സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ അത് ഒരുപാട് കുട്ടികളുടെ ജീവിതം മാറ്റിമറിച്ചൊരു സ്ഥാപനമാണ്. എങ്ങനെയായിരുന്നു സാർ അതിലേക്ക് എത്തിയത്? എനിക്ക് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതൊരു സർവീസ് സെക്ടർ ആയിരിക്കണമെന്ന് താല്പര്യം. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താവണമെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കുട്ടികളെ ഇവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നവർ അത്രയും പേരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് BScക്ക് ഒരു ഭയങ്കര സ്റ്റേറ്റ് ഒരു ലെറ്റർ ആയിരുന്നു. അല്ല പൗലോ കോലോ പറയുന്ന പോലെ നമ്മൾ ഒരു എന്താ പറയുക ആഗ്രഹം കൊണ്ട് ഇറങ്ങി തിരിച്ചാൽ ഈ ഒരു പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഈ കോഡ് വരെ എൻ്റെ കൂടെ ഒന്ന് രണ്ട് ബാങ്കിലൊക്കെ പോയി ഈ മാനേജർമാരുടെ അടുത്ത് കുറേ നടന്ന് ഒരു ലോൺ തരാൻ പറയാം. അപ്പം നമുക്കൊരു ട്രാക്കില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ കോളേജ് തുടങ്ങിയ ഒരു ടൈമിൽ നമുക്ക് മാനേജർമാർ നമുക്ക് അപ്പോയിൻമെൻറ്റ് പോലും തരത്തില്ല. ആ ബാങ്കിൻ്റെ ഒക്കെ സീനിയർ മാനേജർ ഇന്ന് എൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ എൻ്റെ കോളേജ് വന്നിരിക്കും. ഈ 80 കുട്ടികൾക്ക് നാളെ പഠിക്കാൻ ലൈക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി വേറൊരു 80 സീറ്റ് എടുത്ത് അതിന് കുറച്ച് പൈസ കൊടുത്ത് വെക്കുന്നത് അവരുടെ ഭാവി സുരക്ഷിതമാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ. ഒരു എത്തിക്സ് ഇല്ലെങ്കിൽ അതെയോ തീർച്ചയായിട്ടും എത്തിക്സ് ആണ് നമ്മൾ മെയിനായിട്ട്. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ എത്തിക്സ് ബേസ് ചെയ്താണ് ഞാൻ എന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ് ഹലോ നമസ്കാരം. ജാങ്കോ ബിസ്റ്റോക്കിൻ്റെ പുതിയൊരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിനി. നമ്മുടെ ജാങ്കോ ബിസ്റ്റോക്കിൻ്റെ ചർച്ചകളിൽ എപ്പോഴും നമ്മൾ ചർച്ചയ്ക്കായി വിളിക്കുന്ന അതിഥികൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സക്സസ്സിലെത്തിയ ആൾക്കാരായിരിക്കും. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജാങ്കോ ബിസ്റ്റോക്കിൻ്റെ ഇത്രയും നാളുള്ള ഇൻ്റർവ്യൂസിൽ തന്നെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ അതിഥിയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിന് കാരണം നമ്മുടെ ഒരു മനുഷ്യായുസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആരോഗ്യത്തിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുമാണ്. ആരോഗ്യപരമായും വിദ്യാഭ്യാസമായും നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ എപ്പോഴും നമുക്കൊരു ദൈവതുല്യരൊക്കെ ആയിട്ടായിരിക്കും. അതുപോലെ ഒരുപാട് കുട്ടികളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. കോവിഡ് സമയമൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയപ്പം ആ ബുദ്ധിമുട്ടുകളൊക്കെ സക്സസ് ആക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അഡ്വക്കേറ്റ് PV ബിനു. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. എന്തുണ്ട് സാർ വിശേഷം? നല്ല വിശേഷം. നന്നായിട്ട് പോകുന്നു. ഞാനിപ്പോൾ ഈ ആദ്യം പറഞ്ഞ കാര്യമില്ലേ, ഒരുപാട് കുട്ടികളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമുള്ള ഒരാളാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ കഥകളും ഇല്ലെങ്കിൽ എങ്ങനെയാണ് സാർ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിയെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനൊക്കെ മുന്നേ ഇപ്പം ഇങ്ങനത്തെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പം ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുമ്പം സാർ ഈ ഒരു പൊസിഷനിൽ എന്താണ് സാറിന് തോന്നുന്നത്? എത്രത്തോളം സന്തോഷമുണ്ട്? ഞാൻ ഒരിക്കലും ഈ ഒരു ഏജിലോ ഈ ഒരു പ്രായത്തിലൊരിക്കലും ഇങ്ങനെ ഒരു കോളേജിൻ്റെ ചെയർമാനാകാൻ പറ്റുമെന്നൊന്നും വിചാരിച്ച ഒരാളല്ല. ഒരു 60ാമത്തെ വയസ്സിലെങ്കിലും നമുക്കൊരു കോളേജ് തുടങ്ങാൻ നമുക്ക് കഴിയണം എന്ന രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്തു വന്ന ഒരാളാണ്. അപ്പം പക്ഷേ നമ്മൾ ഈ ഒരുപാട് ബുക്കിലും കഥകളിലൊക്കെ പറയുന്ന പോലെ ചില ഇൻസ്പിറേഷൻ സ്റ്റോറികൾ നമുക്ക് പക്ഷേ ആ മനുഷ്യന്മാരൊന്നും ഒരിക്കലും നമ്മുടെ മുമ്പിൽ വന്ന് കാണാനോ അല്ലെങ്കിൽ ഇപ്പം അബ്ദുൽ കലാം ആണെങ്കിലും അല്ലെങ്കിൽ ഓരോരോ വ്യക്തികൾ സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം. പക്ഷേ അതൊക്കെ നമുക്കൊരു ബുക്കിൽ നമ്മൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല സ്വപ്നം കാണാൻ നമുക്കതിനകത്തെ കുറിച്ചൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എൻ്റെ ലൈഫ് കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടൊരു സംഭവമാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ ആ ഒരു ലക്ഷ്യം എപ്പോഴും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മളത് കൈവിടരുത്. ഇങ്ങനെ എല്ലാ വാതിലുകൾ അടഞ്ഞാലും നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡോറ് തുറന്നിരിക്കും. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അതെ. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ അത് ഒരുപാട് കുട്ടികളുടെ ജീവിതം മാറ്റിമറിച്ചൊരു സ്ഥാപനമാണ്. എങ്ങനെയായിരുന്നു സാർ അതിലേക്ക് എത്തിയത്? ഞാനിപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോവിഡ് കാലമാണ്, എല്ലാവരും തകർന്നിരുന്നപ്പം സാറിന് അത് ഭയങ്കര ഒരു ഉയർച്ച നൽകിയ ഒരു കാലഘട്ടമാണ്. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഞാൻ ഒരുപാട് കോളേജുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ നമ്മുടെ ഒരു ഹാഫ് ഗവൺമെൻറ് ആയിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തിൽ തിരുവനന്തപുരത്തുള്ള അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതൊരു സർവീസ് സെക്ടർ ആയിരിക്കണമെന്ന് താല്പര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് കോളേജുകളിൽ അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കോളേജുകളിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ ഈ മെയിനായിട്ട് ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ മാർക്കറ്റിംഗ് ആ ഒരു സെക്ഷനിലേക്കാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ പേരൻസ് ആ സ്റ്റുഡൻസുമായിട്ട് ആദ്യം വന്ന് കാണുന്നത് തന്നെയായിരിക്കും. അപ്പം പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു വീട്ടിൽ അവരുടെ ലൈഫിൽ +2 വരെ കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം ഇനി എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം ആ കുട്ടിയെ കൊണ്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ അഡ്വൈസും അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഓരോ ഗൈഡൻസുമാണ്
ആ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരുപക്ഷെ വേറെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ആവാൻ സാധിക്കാത്ത ആ കുട്ടിയെ അവർ അത് ആ സ്വപ്നം മുഴുവൻ ആ കുട്ടിയായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അവർ ആ സ്വപ്നം അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ലോണും കാര്യങ്ങളും എടുത്ത് ആ കുട്ടിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവർ നാളെ ഒരു നല്ല സക്സസ്സിലേക്ക് പോകണമെന്ന് വിചാരിച്ച് വരുമ്പം നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ മാത്രം, ഞാനൊരു എംപ്ലോയി ആണ്, പക്ഷേ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ പിന്നെ മാനേജ്മെൻറ്റ് അത് ചെയ്ത് പാലിച്ചില്ലെങ്കിൽ നമുക്ക് അവരെല്ലാം നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ വന്നത്. കാരണം ചിലപ്പോൾ പ്രത്യേകിച്ച് ഞാൻ തമിഴ്നാട് കോളേജുകളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ തമിഴ്നാട് മാനേജ്മെൻറ്റിൽ എല്ലാ കോളേജും ഒന്നും ഞാൻ പറയുന്നില്ല. ചില കോളേജുകൾ അവർ അഡ്മിഷൻ ആ ഒരു മാർക്കറ്റിംഗ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാ രീതി അവർക്ക് പിന്നെ ഒരു സാമ്പത്തികമായിട്ട് മാത്രം കുട്ടികളുടെ നിന്ന് ഫീസ് വാങ്ങിക്കുക, പിന്നെ കോളേജ് എങ്ങനെയെങ്കിലും റൺ ചെയ്തോളും, സ്റ്റാഫുകൾ കറക്റ്റായിട്ട് വെക്കില്ല, അതേപോലെ തന്നെ അവർക്കുള്ള ട്രെയിനിങ് കറക്റ്റായിട്ട് കൊടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പം പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാലിക്കാതെ വന്നപ്പോൾ നമുക്ക് മനസ്സിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു കോളേജ് തുടങ്ങിയാൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആകണം എന്ന് ചിന്തിച്ച് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഈ പറഞ്ഞ എല്ലാ പ്രതിസന്ധികളും നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കി തന്നു, അതേ ഉള്ളൂ. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ കഷ്ടപ്പെട്ടു. അല്ല, ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാര്യം നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. അതിപ്പോൾ കേരളത്തിലും ഒക്കെ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു കോളേജ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പം പറയുന്ന പല കാര്യങ്ങളും പിന്നീട് വാഗ്ദാനങ്ങൾ മാത്രമായി പോകാറുണ്ട്. കംപ്ലീറ്റ്ലി നമുക്കിപ്പോൾ ഒരു കോഴ്സ് പഠിക്കുന്ന നമ്മളെ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് പോലും ചിലപ്പം ഉണ്ടാവില്ല. 1-2 ടീച്ചേഴ്സൊക്കെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ മനസ്സിൽ വെറുതെ വാശിക്കൊക്കെ പറയും, നാളെ ഞാനൊരു കോളേജ് തുടങ്ങി കാണിച്ചു തരാം എന്നൊക്കെ പറയത്തതേ ഉള്ളൂ. അത് ശരിക്കും ചെയ്ത ഒരാളാണ്. അയ്യോ, ഒരു കോളേജ് തുടങ്ങുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. ബിക്കോസ് എല്ലാവരും പെട്ടെന്ന് ചൂസ് ചെയ്യുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് വർഷമായിട്ടുള്ള കോളേജ് ആയിരിക്കും നമ്മൾ നോക്കുക കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുത്തത് എങ്ങനെയാ? നമ്മൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കാൻ വലിയ മിടുക്കനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. നമ്മളിപ്പോൾ കോളേജൊക്കെ തുടങ്ങുമെന്ന് പറയുമ്പോൾ നമ്മൾ വല്ല PhD എടുത്ത് അല്ലെങ്കിൽ ആ പ്രൊഫഷനോട് വലിയ ഇൻട്രസ്റ്റഡ് വരുന്നവരല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കുട്ടിക്ക്, ഒരു സ്റ്റുഡൻറ്റിന് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു 50% മാത്രമേ ഉള്ളൂ അവനൊരു ഈ പറയുന്ന എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട്. ബാക്കി അവൻ്റെ ലൈഫ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 50% അവൻ എങ്ങനെ നാളെ ഒരു 4 വർഷം കഴിഞ്ഞ് അവനൊരു ഈ ഒരു ജോലിയായിട്ട് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ആ ഒരു ചെറിയൊരു പ്രതിസന്ധി ആ കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിൽ ഇപ്പം ഒരു കോളേജിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ഒരു ക്ലാസ്സിലേക്ക് പോയി പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർ നല്ലൊരു പ്രിൻസിപ്പളിനെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ വെച്ചാൽ അവർ നല്ല സ്റ്റാഫുകളെ അവരെ അണ്ടറിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ അവർക്ക് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ഇപ്പം ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കാതെ നമ്മളൊരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള പല ചെറുപ്പക്കാരും എന്നെക്കൊണ്ട് ഇതൊക്കെ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് മറ്റുള്ളവർക്ക് അത് അവർക്ക് പറ്റി നന്നല്ല. അവരെന്ത് ചെയ്തു, എന്ത് പരിശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഗൈഡൻസ് ആയിട്ട് ആരുമില്ലായിരുന്നു. ഒന്നാമത് നമ്മൾ പഠിച്ചു വന്ന കാലം തൊട്ടേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് സ്കൂളിലൊക്കെയാണ് എല്ലാ +2 വരെ ഞാൻ പഠിച്ചത്. അപ്പം നമ്മളത് എന്തിനു വേണ്ടി, അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പഠിക്കാറുള്ളൂ. കാരണം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കും. എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ മാക്സിമം കുറച്ച് ശ്രദ്ധിക്കാതെ വിടും. അതായത് നമ്മൾ നമ്മളുടെ മനസ്സിൻ്റെ ഇഷ്ടമുള്ള ജോലി ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കതൊരു ജോലി ആവത്തില്ല, അതൊരു ഹോബി ആകത്തേ ഉള്ളൂ. അപ്പം നമുക്കിപ്പം എനിക്ക് ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരു പ്രൊഫഷൻ, ഇപ്പോൾ എനിക്കൊരു എന്താ പറയുന്ന ഒരു വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ എനിക്കൊരു ഡ്രോയിങ് അല്ലെങ്കിൽ അതാണ് എൻ്റെ ജോലിയായിട്ട് തിരഞ്ഞെടുത്താൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളതിനെ എത്രത്തോളം പെർഫെക്ഷൻ ആക്കാൻ തോന്നും. അതേപോലെ എനിക്ക് പണ്ട് തൊട്ടേ നമ്മൾ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 10 പേർക്ക് സാലറി കൊടുക്കണം. അപ്പം അതിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയായിരിക്കണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അതേപോലെ മറ്റുള്ളവർക്ക് ഒരുപാട് ഒരു ഫാമിലി നന്നായിട്ട് രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് ആ ഒരു കോളേജിൽ വന്ന് പഠിച്ച് അവർക്ക് നല്ല ഗൈഡൻസ് കിട്ടി ഒരു നല്ല ജോലി കിട്ടിയാൽ ഒരു ഫാമിലിയാണ് രക്ഷപ്പെടുന്നത്. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല. ഞാൻ ഇറങ്ങിത്തിരിച്ചു,
ഒരുപാട് ₹1 പോലും ഇല്ലാതാണ്, ബിഗ് സീറോയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിലെ പൗലോ കോലോ പറയുന്ന പോലെ നമ്മൾ ഒരു എന്താ പറയുക ആഗ്രഹം കൊണ്ട് ഇറങ്ങി തിരിച്ചാൽ ഈ ഒരു പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഈ കോവിഡ് വരെ എൻ്റെ കൂടെ നിന്നു. അതാണ് അതിനകത്ത് നമുക്ക് ഏറ്റവും ഒരു തകർന്ന് തരിപ്പണമായപ്പോൾ. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ആദ്യം ഒരിക്കലും നമുക്കൊരു നേഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു 3 കൗൺസിൽ, അതേപോലെ പിന്നെ സ്റ്റേറ്റ് കൗൺസിൽ, അതേപോലെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ, അതേപോലെ ഒരു MGR യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കുഹാസ്, ഇങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയും 2 കൗൺസിലിൻ്റെയും ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്തതിന് ശേഷമേ അങ്ങനെയൊക്കെയുള്ള വലിയ കോഴ്സുകൾ നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ 2018 ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അതിനു മുമ്പ് ഞാൻ മധുരയിലൊരു കോളേജ് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ലീസിനെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടുത്തെ കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നമ്മുടെ കൊല്ലം ജില്ലയുടെ ബോർഡറായിട്ടുള്ള ചെങ്കോട്ടയിൽ ഒരു കാത്തലിക് സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരിക്കലും ഇങ്ങനെ എൻ്റെ സ്ഥലം പുനലൂരാണ്. അപ്പം പുനലൂരിൽ നിന്ന് ചെങ്കോട്ട പോകുന്ന വഴിയിൽ ഒരു യാദൃശ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു വാഹനം വേറൊരു സുഹൃത്തിന് കൊടുത്തുവിട്ടിട്ട് അവിടെ വഴിയിൽ ഇങ്ങനെ നിന്നപ്പം ഒരുപാട് വണ്ടിക്ക് കൈ കാണിച്ചു. അപ്പം ഒരു ബുള്ളറ്റ് ഇങ്ങനെ വരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ എല്ലാ വണ്ടിക്കും കൈ കാണിക്കുന്നുണ്ട്, ഈ ബുള്ളറ്റിന് കൈ കാണിച്ചു. ഈ ബുള്ളറ്റ് കുറച്ച് മുമ്പോട്ട് പോയി നിർത്തി. ഞാൻ അതിൽ കയറിയപ്പോൾ അതൊരു അച്ഛനായിരുന്നു, ഒരു വൈദികനാണ്. അദ്ദേഹം കോട്ടയംകാരനാണ്. അദ്ദേഹം ഈ ഒരു ചെങ്കോട്ട അടുത്തായിട്ട് ഒരു ഓർഫനേജ് നടത്തുകയാണ്. ഒരു മെൻ്റലി ഡിസോർഡർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് അച്ഛനത് ഒരു MCBC ഫാദേഴ്സിൻ്റെ അണ്ടറിൽ ഒരു അൻപൂരിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓർഫനേജ് നടത്തുന്ന രാജേഷ് എന്ന് പറയുന്ന ഒരു അച്ഛനായിരുന്നു. അപ്പം അച്ഛൻ്റെ ബാക്കിൽ ഞാനിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പുനലൂരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛനിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. എനിക്കത് അച്ഛനാണെന്ന് അറിയത്തില്ല, കാരണം പുള്ളിക്കാരനും പാൻറ്റും ഷർട്ടും ബുള്ളറ്റും ഒക്കെ ഇട്ടിട്ടിരിക്കുന്ന നമ്മൾ ഏതോ ഒരു വഴിവെക്കാൻ നമുക്ക് എങ്ങനെയും പുനലൂർ എത്തിപ്പെടുക, അതാണ് നമ്മുടെ. അപ്പം അച്ഛനിങ്ങനെ ചോദിച്ചു, അപ്പോൾ എന്തോ തൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, വെച്ചാൽ എന്തെങ്കിലും ഒരു കാലത്ത് ഒരു കോളേജൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഇപ്പോൾ ഒരിടത്ത് ലീസിന് നടത്തുന്നുണ്ട്, പിന്നെ അതിങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു. അപ്പം പറഞ്ഞ്, നിനക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ചെങ്കോട്ടയിൽ ഇങ്ങനെ ഒരു സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റ് ഉണ്ട്, നീ നേരിട്ട് വന്ന് അവിടെ നിന്ന് സംസാരിച്ച് നോക്ക്, ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യാം, അങ്ങനെ ദൈവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛനെ അത് അങ്ങനെ വിട്ടു. നീ നമ്മുടെ ഓർഫണേജിലേക്കും വരിക, അവിടെ ഒരുപാട് അന്തേവാസികളുണ്ട്, അപ്പം നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിനക്ക് പിന്നെ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു ചെറിയ പങ്ക് ആ ഒരു കുഞ്ഞുങ്ങൾക്ക് നൽകുക, അപ്പോൾ അത് നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിക്കുമെന്ന് അച്ഛൻ്റെ ആ ഒരു വാക്ക് വിശ്വസിച്ച് ഞാൻ ആൻപൂലത്തിൽ പോവുകയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ദൈവത്തിന് നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൺമുന്നിലുള്ള മറ്റു പാവം പിടിച്ച ആൾക്കാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് അതിൻ്റെ 100 ഇരട്ടിയാണ് നമുക്ക് ദൈവം തരുന്നത്. അതിൻ്റെ ലൈഫിൽ നമുക്ക് അനുഭവിച്ചതാണ്. അപ്പം അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ ചെന്നപ്പോൾ അവിടെ ഇറ്റാലിയൻ കോൺഗ്രേഷനാണ് അവർ. ഇറ്റലിയിലാണ് ഈ സിസ്റ്റേഴ്സിൻ്റെ എല്ലാം മെയിനായിട്ട് കോൺഗ്രേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇറ്റലിയിലുള്ള ഒരു 5 മദേഴ്സ് എല്ലാം അവരന്ന് വിസിറ്റ് ചെയ്യുന്നത്, 5 വർഷത്തിലൊരിക്കലാണ് അവരവിടെ ആ ഒരു കോൺവെൻറ്റ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ചെന്ന ദിവസം ഈ കോൺവെൻറ്റ് വിസിറ്റ് ചെയ്യാൻ ഇറ്റലിയിൽ നിന്ന് ഒരു 5 മദാമ സിസ്റ്റേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവർ ചോദിച്ചു, അപ്പം നോർമലി അവിടെ സിസ്റ്റേഴ്സ് കുറവാണ്, അതിൻ്റെ കൂടെ ഒരു ഹോസ്റ്റലും കൂടെ ഉണ്ട്, ലേഡീസ് ഹോസ്റ്റലും കൂടെ അതിനകത്ത് വെച്ചിട്ടാണ് അവരത് പണിഞ്ഞത്. വലിയൊരു ബിൽഡിങ്ങാണ്, 10-30,000 സ്ക്വയർ ഫീറ്റ്, ഒരു 3-4 ഏക്കർ സ്ഥലം എല്ലാം കൂടെ വെച്ചിട്ട് ഇറ്റലിയിലുള്ള ഒരു വലിയ ബിൽഡിങ് അവർ സെയിൽ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഈ ഒരു ബിൽഡിങ് പണിഞ്ഞത്. അപ്പോൾ ചെങ്കോട്ട എന്ന് പറയുന്നൊരു പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ അകത്തോട്ട് ഉള്ളേരിയയിലായിട്ട് ഒരു സ്കൂളുണ്ടായിരുന്നു അച്ഛന്മാരുടെ. അപ്പോൾ ആ ഒരു സ്കൂളിലെ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികൾ വന്ന് നിൽക്കും എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു സ്ഥാപനം അവരവിടെ ഓപ്പൺ ചെയ്തതും. പക്ഷേ നമുക്ക് അങ്ങനെ നിൽക്കാനുള്ള ലോക്കൽ സ്റ്റുഡൻസാണ് കൂടുതൽ പഠിക്കുന്നത്. അവർ രാവിലെ വന്ന് വൈകിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നതുകൊണ്ട് ഈ ഒരു 3-4 വർഷം കൊണ്ട് ഈ ഒരു കോൺവെൻറ്റ് വളരെ ഫ്രീ ആയിട്ട് കിടക്കുക. അപ്പം എന്നോട് ചോദിച്ചത്, എന്താണ് ബിനു ഇത് എങ്ങനെയാണ്, വാങ്ങിക്കാനാണോ അതോ ലീസിനാണോ? അപ്പം നമുക്ക് വാങ്ങിക്കാനൊക്കെ നമുക്ക് ജീവിതത്തിൽ സ്വപ്നം കാണാൻ പറ്റത്തില്ല. കോടികൾ അന്നത്തെ കാലത്ത് നമുക്ക് വലിയ ബിൽഡിങ്ങാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിത് ലീസിന് തരികയാണ്, ഞാനിതിൽ എന്തെങ്കിലും ഒരു കോളേജിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം നമുക്ക് ഈ ഒരു 5 മദേഴ്സ് അവിടെ ഉണ്ടായതിൻ്റെ പേരിൽ മാത്രം
നമുക്ക് അവരവിടെ വെച്ച് തന്നെ ആ ഒരു തീരുമാനം എടുത്തു. ശരി, ഞങ്ങളും ടീച്ചിങ് സിസ്റ്റേഴ്സാണ്, നിങ്ങൾക്ക് ഈ ഒരു കോൺവെൻറ്റ് ലീസിന് തരാം, 5 വർഷത്തേക്ക് തരാം. പക്ഷേ ഇതിൽ താമസിക്കുന്ന സിസ്റ്റേഴ്സ് ഇവിടെ തന്നെ താമസിക്കും. അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ നമ്മുടെ കോളേജിൽ ജോലിക്ക് കയറണമെങ്കിൽ കയറാം. അപ്പോൾ അതിൽ നേഴ്സിംഗ് കഴിഞ്ഞ സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ 1-2 സിസ്റ്റേഴ്സൊക്കെ അവിടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസായിട്ടും ടീച്ചിങ്ങിലൊക്കെ അന്ന് സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ എനിക്കതൊരു വലിയ പോസിറ്റീവ് ആയിരുന്നു. കാരണം സിസ്റ്റേഴ്സൊക്കെ നമുക്ക് ഈ കുട്ടികൾക്ക് ഒരു പിന്നെ ഹോസ്റ്റൽ ബേസ് ചെയ്താണെങ്കിലും ടീച്ചിങ്ങിനാണെങ്കിലും അതേപോലെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഉള്ള സമയത്ത് ഒരാൾക്കൊരു ബിലീവ് ചെയ്യാൻ പുറത്തുനിന്ന് ഒരാൾ വരുമ്പം ഇവരൊക്കെയാണിത് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ, എന്നാൽ ഞാനാണെന്നുള്ളത് ആൾക്കാർക്ക് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ഞാനപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു പോയിരുന്നു. അപ്പം ഫാദറിൻ്റെ പേരിൽ ഗീവർഗീസ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മദറും പിന്നെ എൻ്റെ സഹോദരങ്ങളുമാണ് അതിനകത്തുള്ളത്. അപ്പം അവർ ആ ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിൽ ഞാൻ അന്ന് MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ തുടങ്ങി വരുന്ന സമയമാണ്. അതായത് BSc കാർഡിയാക്ക്, BSc ഡയാലിസിസ് ടെക്നോളജി, BSc റേഡിയോളജി. അപ്പം കേരളത്തിലാണെങ്കിൽ ഈ കോഴ്സുകളൊക്കെ മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ ഭയങ്കര റെയർ ആയിട്ടുള്ള കോഴ്സാണ്. അപ്പം ഇവിടെ അവരൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ഒരു ലീസ് ബിൽഡിംഗ് ആണെങ്കിലും ഈ കോഴ്സുകൾ അവർ തരാൻ തയ്യാറാണ്. അപ്പം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിയണമെങ്കിൽ മിനിമം ഒരു 100 ബെഡ് ഇന്നത്തെ കാലത്തിൽ 100 കോടി രൂപ നമുക്ക് ഉറപ്പായിട്ട് വേണം. അപ്പം സിനിമ എടുക്കാനുള്ള കഥയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ലീഗൽ വശങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിയാവുന്നതിൻ്റെ പേരിൽ ഈ ട്രസ്റ്റിന് എപ്പോഴും യൂണിവേഴ്സിറ്റി പറയുന്നത് ഒന്നുകിൽ ലീസ് ബിൽഡിങ് അല്ലെ ട്രസ്റ്റിൻ്റെ ഓൺ ബിൽഡിങ്. ഹോസ്പിറ്റലാണെങ്കിലും ഒന്നുകിൽ ഒരു ട്രസ്റ്റിക്ക് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ട്രസ്റ്റിന് ഓൺ ഹോസ്പിറ്റൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രസ്റ്റിൻ്റെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഞാൻ അവിടുത്തെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള അതിൻ്റെ ഓണർ ഒരാൾ എൻ്റെ കോളേജിൻ്റെ ഡയറക്ടർ ആയാലും ഈ ഒരു ലീഗലായിട്ട് ഈ ഒരു നമുക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഇല്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനൊരു കോഴ്സ് ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചപ്പോൾ ആ ഒരു വർഷമാണ് തൊട്ടടുത്തായിട്ടൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 100 ബെഡ് നല്ല വലിയൊരു ഹോസ്പിറ്റൽ തെങ്കാശിയിൽ തുടങ്ങും. അപ്പം ഞാൻ അവരോട് പോയിട്ട് അവരെ കൺവിൻസ് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികളെ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസിന് വിടും. ആ കുട്ടികൾ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേഷ്യൻസ് വരും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വളരെ സന്തോഷമായി. കാരണം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലുള്ള അനേകം കുട്ടികൾ നമുക്ക് നഴ്സിംഗ് അല്ല ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്നത്. ഇപ്പോൾ OT ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ഉണ്ട്, അതേപോലെ കാർഡിയോളജി ഉണ്ട്, അതേപോലെ MRI CT റേഡിയോളജി, BSc റേഡിയോളജി ഉണ്ട്. അങ്ങനെ 4 കോഴ്സാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ 4 കോഴ്സിനും നമുക്ക് ഒരു കോഴ്സിന് 20 സീറ്റ് വെച്ചാണ് ഗവൺമെൻറ് പറയുന്നത്. പിന്നെ നമ്മൾ ആ ഇൻസ്പെക്ഷൻ ടൈമിൽ മാക്സിമം 20 സീറ്റ് തരത്തുള്ളൂ ഒരു കോഴ്സിന്. അപ്പം 4 കോഴ്സിനോട് 80 സീറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ആ ഒരു വർഷം ഇതിന് ഗവൺമെൻറ് ഓർഡർ വേണ്ട. ആ ഒരു വർഷം എല്ലാം ഭയങ്കര അനുകൂലമായിട്ട് വന്നു എന്നും പറയാല്ലേ. അത് ഞാൻ ഈ കോളേജുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണത്. നമ്മളിപ്പോൾ പല കോളേജുകളിൽ നമ്മൾ പേപ്പർ വർക്ക് ചെയ്യുമ്പോഴും പല കോളേജുകളിൽ നമ്മൾ യൂണിവേഴ്സിറ്റി പല ചെയർമാൻമാരോട്ടൊക്കെ എനിക്കിങ്ങനെ യാത്ര ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിലെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇതാണല്ലോ. അപ്പം നമുക്കൊരു ലക്ഷ്യം വേണം എപ്പോഴും. ഒരു ജീവിതത്തിൽ ഒരു എയിം ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളും ഇതിലേക്ക് എത്തണം. അതെ, ഒരു എയിം ഇല്ലാതെ നമുക്ക് ഇപ്പം നമ്മൾ എന്തും ചെയ്യാം. നമുക്ക് ശമ്പളം വാങ്ങിക്കാതെ ജോലി ചെയ്യാം, ശമ്പളം വാങ്ങിച്ച് ചെയ്യാം. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താവണമെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് എത്രല്ലേ കുന്നോളം ആഗ്രഹിക്കാം എന്ന് പറഞ്ഞാൽ എങ്കിലേ കുത്തിക്കുരുവോളം കിട്ടും. നമുക്ക് ആഗ്രഹിക്കുന്നതിന് വിഷയമൊന്നുമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തും ആഗ്രഹിക്കാം. അതിന് ആഗ്രഹിക്കാൻ ആർക്കും കാശ് കൊടുക്കണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചേക്കുന്നത്. ഒരു കോളേജെങ്കിലും നമുക്ക് തുടങ്ങാൻ പറ്റും എന്നുള്ള ചിന്താഗതിയിൽ. പക്ഷേ വളരെ ഷോർട്ട് ടൈം കൊണ്ട് എനിക്ക് കോളേജ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്കിനി എൻ്റെ ലൈഫിൽ ഇനി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇനി കുറച്ച് സമയം കൂടെ എടുത്താൽ എനിക്ക് എത്തിപ്പെടാം. സെൻറ്റ് മേരീസ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു താല്പര്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പം നമ്മളൊരു പാതി വഴി നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പം നോർമലി നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേണമെന്ന നന്നായിട്ട്, അതായത് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഡോറും മുട്ടുക.
നമ്മളെ സംബന്ധിച്ച് ചിലപ്പം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു അഡ്വൈസ് ചോദിക്കുകയായിരിക്കും. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഡ്രൈവറിനോട് നമ്മൾ ചുമ്മാ അഡ്വൈസ് ചോദിക്കാം. അവനെ പോലെയുള്ള അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് അത് തിങ്ക് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. കാരണം അങ്ങനെ ഏത് വഴിയും കൂടെ നമ്മളിപ്പോൾ ഒരു പല സ്ഥലങ്ങളിൽ നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും ഒരിടത്തുനിന്ന് നമുക്ക് ചിലപ്പോൾ എല്ലാ ഡോറും അടഞ്ഞിരിക്കും. ശരി, ഒന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ച് എല്ലാം എവിടേക്ക് ഞാൻ പോയിട്ടുണ്ടോ അവിടെ എല്ലാം അടയും. അടഞ്ഞിട്ട് ഇത് വേണ്ട തിരിച്ച് നടക്കുമ്പോൾ പെട്ടെന്നൊരു ഡോർ ഇങ്ങനെ പതുക്കെ തുറന്നു. അതുപോലെയാണ് എൻ്റെ ലൈഫിൽ മൊത്തം. ഞാനത് ശ്രമിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും. പക്ഷേ അതിന് ശ്രമിക്കുന്നതിന് ചിലപ്പോൾ നമ്മൾ ശ്രമിച്ച ഒരു സ്ഥലത്തുനിന്നും നമുക്കൊന്നും നടക്കത്തില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരിടത്തുനിന്ന് നമുക്കത് ഓപ്പൺ ആയിട്ട് വരും. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 80 കുട്ടികളായിട്ടാണ് തുടങ്ങിയത്. ഇപ്പം നമുക്ക് എത്ര കുട്ടികളുണ്ടാവും? ഇപ്പം 1200 പേരും കുട്ടികളുണ്ട്. എല്ലാ സെൻറ്ററുകളും നമുക്ക് കേരളത്തിൽ തന്നെ നമ്മളുടെ കൊളാബറേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക്. അപ്പം ഇപ്പം BSc ആനിമേഷൻ അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ നമ്മൾ കേരളത്തിലുള്ള നമ്മുടെ ആനിമേഷൻ സ്റ്റുഡിയോ അവിടെ ആയിരിക്കും കുട്ടികൾ അവർ ട്രെയിനിങ് ചെയ്യുന്നത്. കോളേജിലാണ് നമ്മുടെ എക്സാമും അവിടെ ബാക്കി ക്ലാസ്സുകളൊക്കെ കോളേജിലായിരിക്കും. അങ്ങനെ നമുക്ക് ഏകദേശം 1200 കുട്ടികൾ മൊത്തത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അയ്യോ, 80 പേരിൽ നിന്ന് 1200 കുട്ടികളിലേക്ക്, അതൊരു വലിയ ജേണി തന്നെയാണ്. ഈ ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ വന്ന കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതിനെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു ശരിക്കും? നമ്മൾ എല്ലാത്തിലും നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അത്ര വലിയൊരു രീതിയിലല്ല. നമുക്കതിനകത്ത് നമ്മൾ ഫൈറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഹോസ്പിറ്റൽ കിട്ടിയെന്ന് വിചാരിച്ചൊരിക്കലും ഈ കോളേജ് കിട്ടണമെന്നില്ല. അപ്പോൾ ഹോസ്പിറ്റൽ അതിൻ്റെ ഓണർ എൻ്റെ കോളേജിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പം പുള്ളിക്കാരന് മാസം ഒരു സാലറി പോലെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നു. പുള്ളി ഈ പറയുന്ന പോലെ കുട്ടികൾ അവിടെ തന്നെ അല്ലേ ചെല്ലുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ വെച്ച് തന്നെ പുള്ളി ക്ലാസ് എടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം ഈ ട്രെയിനിങ്ങിന് ചെല്ലുമ്പം പുള്ളി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് അത് മതി നമുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ട്രസ്റ്റിന് ഒരു ഓൺ ഹോസ്പിറ്റൽ എന്ന് പറയാൻ ഒരു പേരൻ്റ് ഹോസ്പിറ്റലായി. അപ്പം അത് മതി നമ്മുടെ അപ്രൂവൽ പ്രോസസ്സ്. അപ്പം ഈ ഫയലെല്ലാം എടുത്തിട്ട് ഞാൻ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കൊടുത്ത സമയത്ത് അന്ന് അവിടെ നിന്ന് VC ഒരു ലാസ്റ്റ് ടൈമാണ്. അപ്പം അന്ന് ഈ ഒരു ഗവർണറൊക്കെ ചേഞ്ച് ചെയ്യുന്നത്, അതായത് കോൺഗ്രസിൻ്റെ ഗവർണർ മാറി BJP 2018 കാലഘട്ടത്തിൽ BJPയുടെ ഗവർണർ കയറുവാണ് എല്ലാ സംസ്ഥാനങ്ങളിലും. അതായത് നമ്മുടെ BJP ഭരണത്തിൽ കയറി ഇന്ത്യയിൽ. അപ്പം ഇപ്പം BJP ഭരണത്തിൽ കയറിയാലും ഒരു ഗവർണർ നിൽക്കുന്ന ഒരു 3 വർഷം കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഈ ഗവർണർ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ VCമാരെയും ചേഞ്ചായി. എല്ലാ യൂണിവേഴ്സിറ്റിയുടെ VC ഈ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എല്ലാം ഗവർണർ അണ്ടറിലായിരിക്കും. ഗവർണറാണ് ചാൻസലർ. ഈ ചാൻസലറാണ് വൈസ് ചാൻസലർ നിയമിക്കുന്നത്. അവിടെ എല്ലാം പറഞ്ഞു കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു വന്നു. ഇൻസ്പെക്ഷൻ വരെ നടന്നു. ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്ലാസ് റൂമൊക്കെ വളരെ ഇനഫാണ്. പിന്നെ ലാബെല്ലാം അവിടെ ഉണ്ട്. അനാറ്റമി ഫിസിയോളജി ലാബെല്ലാം ഞാൻ സെറ്റ് ചെയ്തു. അപ്പം ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഞാനൊരു 5 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ്, 50,000 രൂപ റെൻറ്റുമാണ് എന്നോട് ഈ ഒരു ബിൽഡിങ്ങിന് ആദ്യം ഒരു ലീസിന് ചോദിച്ചത്. അന്നെൻ്റെ 10 ലക്ഷം രൂപ എടുക്കാനില്ല, 5 ലക്ഷം രൂപ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞ് ഞാൻ കോളേജ് തുടങ്ങി കഴിഞ്ഞിട്ട് റെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്ന് സിസ്റ്റേഴ്സിനോട് പറഞ്ഞു. സിസ്റ്റേഴ്സ് പറഞ്ഞു ശരി ഓക്കെ എഗ്രിമെൻറ്റ് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരത് എഗ്രിമെൻറ്റ് തന്നു. ആ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബാക്കി വർക്കുകൾ ചെയ്യുന്നത്. സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആദ്യമേ സ്ഥലം വാങ്ങിച്ച് നമ്മൾ ചെയ്യും. അപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ ആഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ നമുക്കറിയാവുന്നത് മാർക്കറ്റിംഗ് നമുക്കറിയാം. മറ്റ് കുട്ടികളെങ്ങനെ അപ്പം MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. തമിഴ്നാട്ടിലെ MBBS ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും വന്ന് ചേരാൻ, കാരണം കേരളത്തിൽ മെഡിക്കൽ കോളേജ് മാത്രമുള്ള കോഴ്സുകളാണ്, ലൈസൻസ്ഡ് കോഴ്സുകളാണ്. അപ്പം ഈ അഫിലിയേഷന് ഓൾറെഡി നമുക്ക് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. ഇൻസ്പെക്ഷന് വന്ന് അവർ പറഞ്ഞു 100% നിങ്ങൾ അഡ്മിഷൻ എടുത്ത് തുടങ്ങിക്കും. നമ്മളോട് ഓറലി. അപ്പം ഞാൻ ആ ഒരു കോൺഫറൻസിൽ ഞാൻ അഡ്മിഷൻ എല്ലാം എടുത്തു. അപ്പോൾ അഡ്മിഷൻ എടുത്തു. കുട്ടികൾ ഒരു ജൂലൈയിൽ ആയപ്പോഴത്തേക്കും കുട്ടികളെല്ലാം കോളേജിൽ വന്നു തുടങ്ങി. അപ്പോഴേ തന്നെ കുട്ടികൾ വന്നു എന്നുള്ളതും വലിയ കാര്യം കേട്ടോ. കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കോഴ്സ് വളരെ റെയറായിട്ടാണ്. അത് കാരണം ഈ കോഴ്സ് കിട്ടാനില്ല. ഇങ്ങനെയുള്ള കോഴ്സ് പഠിക്കാൻ തന്നെ ഒരുപാട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ഒരു DMD യൂണിവേഴ്സിറ്റിയിൽ പോയി ജോയിൻ ചെയ്ത് DMD യൂണിവേഴ്സിറ്റിയാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു വർഷം പഠിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നൊരു 10-35 കുട്ടികളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാനത് അറിയുന്നില്ല. ഇവർ വന്ന്, കാരണം അത് DMD യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജാണ്. അവരെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിൽ അവർ
ഈ കാർഡിയാക് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് അവർ കോഴ്സ് തുടങ്ങി ഒടുക്കം ഈ കുട്ടികളുമായിട്ട് അവിടെ സ്ട്രൈക്കായി. അങ്ങനെ അവർ സർട്ടിഫിക്കറ്റും പൈസയും വാങ്ങിയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഈ കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടി നമുക്ക് തീർച്ചയായിട്ടും ഇവര് വന്ന് നമുക്കൊരു 1 ലക്ഷം രൂപ വെച്ചിട്ട് ഫീസ് അടക്കുകയാണ് ഒരു കുട്ടി. അപ്പോൾ അന്നേരമാണ് നമുക്ക് ഈ 80 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വന്നു. ഞാനപ്പം എന്ത് ചെയ്തു, അന്ന് 40 ലക്ഷം രൂപ യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കണം. 4 കോഴ്സിന് 10 lakhs വെച്ചിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് അടയ്ക്കണം. ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടാണ് ഡെപ്പോസിറ്റിന്റെ കച്ചി കെട്ടാനുള്ള കുട്ടികൾ വന്ന് അവരുടെ പൈസ വാങ്ങിച്ചിട്ടാണ് കോഴ്സിന് പൈസ അടയ്ക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കച്ചി കെട്ടാനുള്ള കച്ചിക്കകത്ത് നിന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ ഇന്ന് ഫീസ് വാങ്ങിച്ചിട്ടാണ് ഞാൻ. പക്ഷേ സ്റ്റുഡൻസിൻ്റെ ലൈഫാണ് നമ്മൾ എപ്പോഴും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ വന്നപ്പോൾ തന്നെ ഒരു വലിയ പ്രശ്നം, നമുക്ക് ഓപ്പോസിറ്റ് ഒരു വലിയ ടീം എപ്പോഴും നമ്മളൊരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയ ആ പഞ്ചായത്തിൽ മെഡിക്കൽ സ്റ്റോർ ആയിരിക്കും അവരുടെ ശത്രു, അല്ലെങ്കിൽ ഒരു പലചരക്കട തുടങ്ങിയ പലചരക്ക്. അതുപോലെ കോളേജ് തുടങ്ങുമ്പോൾ എൻ്റെ ശത്രുക്കൾ ആരായിരിക്കും? കോളേജ്. അപ്പം കോളേജുകാരെന്ന് പറഞ്ഞാൽ എന്നെ പോലെ പാവം പിടിച്ച ഒരാളായിരിക്കത്തില്ല. എല്ലാം വലിയ MP MLA അല്ലെങ്കിൽ കോടിക്കണക്കിന് അക്കൗണ്ടിൽ ഇട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് എനിക്കൊരു പണി തരിക എന്ന് പറഞ്ഞാൽ അവർക്ക് സിമ്പിളായിരിക്കും. അപ്പം അവരാ പരിപാടികളെല്ലാം ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും വലിയ കഷ്ടപ്പാടിലാണ് നിൽക്കുന്നത്. ചെറിയ പരിപാടികളല്ലല്ലോ. അവരെ സംബന്ധിച്ച് അവർ വലിയ ആൾക്കാരാണ്. അവർ ലീഗലായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും പിന്നെ ഇവിടെ വാടക കെട്ടിടത്തിലാണ് നടക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് DMEക്ക് പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് പ്രൈം മിനിസ്റ്ററിന് മാത്രമേ ഉള്ളൂ കത്തയക്കുന്നത്, ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തിരിച്ച് ലെറ്റർ വരാത്തത് ഒടുക്കം. പക്ഷേ നമുക്ക് ലീഗലി ഇതെല്ലാം ക്ലിയറാണ്. അതായത് നമുക്ക് ഇത്ര വർഷത്തെ ലീസ് എഗ്രിമെൻറ്റ് മതി. അപ്പം ഈ നോർമലി ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴും പെട്ടെന്നൊരു ലെറ്റർ ഒരിടത്ത് ചെല്ലുമ്പോൾ അവരൊന്നും പേടിക്കത്തില്ലേ, ഒരു ലെറ്റർ ആൾക്കാർ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിപ്പോൾ. അപ്പം കുറച്ചും കൂടെ ഡീപ്പായിട്ട് എൻ്റെ പേപ്പറുകൾ നോക്കും. അപ്പം ഒന്ന് നോർമലി ഇപ്പം സിസ്റ്റേഴ്സിൻ്റെ പേരിലുള്ള ബിൽഡിങ് അവർ ഇറ്റലിക്കാർ. അപ്പം ഇറ്റലിക്കാർ എനിക്ക് തന്നിരിക്കുന്നു. അപ്പം നോർമലി അവിടെ ഒരു കൺഫ്യൂഷൻ, ഇറ്റലിയിൽ നിന്ന് ഇനി ഇവിടെ പണ്ട് നമ്മളുടെ മതപരിവർത്തനം വല്ലതും നടത്താം. അല്ല, ഇത് നമ്മൾ പുല്ലൂരുള്ള ബിനുവാണെന്നോ പാമ്പിടിച്ച ബിനുവാണിത് തുടങ്ങിയേക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവർ നോക്കുമ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഇറ്റലിക്കാരാണ്, അവരുടെ പേരിലുള്ള വസ്തുവാണ്, അവരുടെ പേരിലുള്ള ബിൽഡിംഗ് ആണ്. ഇതെങ്ങനെ ബിനു എന്ന് പറഞ്ഞൊരു വ്യക്തി ഇനി ബിനാമിയാണോ എന്നൊക്കെയാണ് അവരുടെ തിങ്കിങ്. നോർമലി എന്നെ യൂണിവേഴ്സിറ്റി പോയിട്ട് കഥ പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. തീർച്ചയായിട്ടും. അല്ല, ഇതിലെല്ലാത്തിനും നമുക്ക് തെളിവുകളുണ്ടല്ലോ. അപ്പൊ ഇതിനകത്തെല്ലാം ഞാനാണ് ഇരിക്കുന്നത്. ഇത് നന്നായാലും ഇത് നശിച്ചാലും കുറ്റക്കാരൻ ഞാൻ തന്നെയാണ്. അതെ. അപ്പം ഞാൻ നേരെ അന്നേരം ബസ്സിൽ കയറിയിട്ട് നേരെ ചെന്നൈയിൽ പോകും. ചെന്നൈയിൽ ചെന്ന് അന്ന് ഒരു ശേഷയ്യ എന്ന് പറഞ്ഞത് മദ്രാസ് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടിരുന്നൊരു മേഡമാണ് പുതിയ VC ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഓൾറെഡി പഴയ VC ഞാൻ കണ്ടെല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഞാനങ്ങോട്ട് ചെന്ന ഉടനെ ഒരു 6 വർഷം മുമ്പ് എന്നെ കണ്ട എത്ര ഉണ്ടായിരിക്കും ചിന്തിക്കുക. അവർ ചോദിച്ച് ഇതാരാണ് ചെയർമാൻ? ഞാൻ പറഞ്ഞു ഞാനാണ്. അവർ താങ്കൾ എന്താ പഠിച്ചത്? ഞാൻ എൻജിനീയറിംഗ് കഴിഞ്ഞു, LLB. ഒരു ഇതും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ LLB ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ LLBക്ക് തന്നെ ഇറങ്ങിയത്. കാരണം നമ്മുടെ പേരിൽ അതുപോലെ കേസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രാക്ടിക്കലും അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. അപ്പം നോർമലി ഇത്രയും അല്ല, നമുക്ക് ഈ ലീഗലി കാര്യങ്ങൾ മൂവ് ചെയ്ത് ഇപ്പം ഞാൻ മെയിനായിട്ട് എഡ്യൂക്കേഷൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നിയമങ്ങളാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പം നമ്മുടെ കോളേജിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ളവരാൾക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാനാണെങ്കിലും നമുക്ക് ആ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യാം. പിന്നെ നമ്മളൊരു അഡ്വക്കേറ്റ് ആകുമ്പോൾ ക്രിമിനൽ കേസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാം. അപ്പം ഞാനതിനകത്ത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കോളേജല്ലേ. അപ്പം ആ ഒരു രീതിയിൽ അവർ ആദ്യം എൻ്റെ ഫയൽ എടുത്ത് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു പിന്നെ താങ്കൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല കോളേജ്, കുട്ടികളുടെ ലൈഫാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം ലീഗലി ക്ലിയറാണ്, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അതിൻ്റെ കൊറി തരൂ, ഞാൻ റിപ്ലൈ ചെയ്യാം. അങ്ങനെ വീണ്ടും ആ ഫയൽ എടുത്തിട്ട് ഡെയിലി ഓരോ കൊറിയാണ്. ഇന്ന് എൻ്റെ അടുത്ത് ഇതിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞ് അതായത് ഞാനിത് 30 വർഷത്തെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 30 വർഷത്തെ പോരാ, അതിൻ്റെ ബാക്കിലോട്ടുള്ള ഒരു 2-3 വർഷത്തേക്കും കൂടെ വരെ ആഡ് ചെയ്തിട്ട് ഞാൻ അതിന് നാട്ടിൽ വന്നിട്ട് തിരിച്ചതെടുത്ത് തിരിച്ച് വീണ്ടും ചെന്നൈയിൽ പോകും. ഈ ആഴ്ചയിൽ തന്നെ 1, 2, 3 വട്ടമൊക്കെ ചെന്നൈയിലേക്ക് നമ്മൾ പോകേണ്ടി വരുമ്പം ഞാൻ അവിടെ ചെല്ലും. മാഡത്തിന് ഈ കൊറി റിട്ടേൺ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഫ്രണ്ടിൽ വന്നിട്ട് നമ്മളിലെ ക്ലാസ്സിൽ കയറാതെ കുട്ടികൾ ക്ലാസ്സിൻ്റെ വാതിൽക്ക് നിൽക്കുന്ന പോലെ ഞാനും അവിടെ നിൽക്കും. അപ്പം ഈ മാഡം ഇടയ്ക്ക് ഒരു 10-11 മണിയാകുമ്പോൾ ഇറങ്ങി വരും. അവിടെ കുറേ ഈ സ്ട്രീറ്റ് ഡോഗ്സ് വരും. മാഡം കുറേ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഈ VC വൈസ് ചാൻസലർ ഈ ഡോഗ്സിന് ഇട്ട് കൊടുക്കും.
ഒന്ന് രണ്ട് ദിവസം അപ്പം ഞാനും കുറച്ച് ഇവർക്ക് ഇതിനോടെ ഉള്ളൂ ഞാൻ ഈ മേഡത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് വന്നാൽ രാത്രി 10 മണിക്കാണ് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകുന്നത്. ഈ ഒരു ഡോഗ്സിനോട് മാത്രമേ ആ യൂണിവേഴ്സിറ്റി ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആക്കി. എന്നുവെച്ചാൽ അത്രയ്ക്കും നല്ല രീതിയിൽ നമ്മൾ വന്ന് ആ മേഡം അവിടെ ചാർജ് എടുത്തതിന് ശേഷം MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അത് ആ ഒരു രീതിയിലാണ്. അപ്പം ഞാനും പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഞാൻ ഇത് കൊടുത്ത് മേഡം കൊടുക്കാൻ എന്നെ നോട്ടം നോക്കും, തിരിച്ച് കയറിപ്പോകും. അങ്ങനെ അപ്പം എന്തെങ്കിലും രീതിയിൽ നമുക്കത് നേടിയേ പറ്റത്തുള്ളൂ. അപ്പം ഇനി ഏത് രീതിയിലാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി കുട്ടികളുടെ ലൈഫ്, അതിൻ്റെ ഇടയ്ക്ക് ഈ വിദ്യാർത്ഥി നമ്മുടെ പറഞ്ഞില്ലേ മറ്റുള്ള ഓപ്പോസിറ്റ് കോളേജുകാർ അങ്ങനെ കുറേ ആൾക്കാർ ഈ കുട്ടികളെ പേരൻസിനെ വിളിച്ച് നിങ്ങൾ അപ്രൂവൽ ഇല്ല, നിങ്ങൾ ചതിക്കപ്പെടുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 80 കുട്ടികളുടെ പേരൻസ് ഒന്നിച്ച് ഇവർ എന്നെ കാണാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് വരുമോ. എല്ലാവരും വളരെ ദേഷ്യത്തിലാണ് ഇങ്ങനെ വരുന്നത്. ഇവരെല്ലാവരും വന്നു നേരെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. കുറേ ആൾക്കാർ വന്ന് ഓഡിറ്റോറിയത്തിലിരുന്നു. അപ്പോൾ ഒരാൾ അകത്ത് വന്നിട്ട് പറഞ്ഞു, ബിനു എനിക്ക് മനസ്സിലായി അഫിലിയേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നടത്തിയതാണ്, എൻ്റെ സർട്ടിഫിക്കറ്റും പൈസ കഴിഞ്ഞ് തന്നിട്ട് ഞാനങ്ങ് പൊക്കോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിനോട് ആര് പറഞ്ഞു അങ്ങനെ പിന്നെ ഇത് അഫിലിയേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് എനിക്ക് 100% കോൺഫിഡൻസോട് കൂടി എടുത്താൽ. അപ്പം പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ചൂടായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ടേബിളിൻ്റെ പുറത്തൊരു അടി അടിച്ചിട്ട് പറഞ്ഞു, സാർ നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിവിടെ പഠിപ്പിച്ചിരിക്കും. അപ്പോൾ കുട്ടികൾ നമ്മളുമായിട്ട് ഭയങ്കര ഒരു കമ്പനിയായി. കാരണം കുട്ടികൾക്ക് ഇനി അഫിലിയേഷൻ എങ്ങനെയും ഒന്ന് കിട്ടിയാൽ മതി, സാറ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇനി പോകാൻ താല്പര്യമില്ലെന്നുള്ള രീതിയിൽ ഈ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഈ പേരൻസ് എല്ലാം ഭയങ്കരമായിട്ട് അവർ പിന്നെ റൂമിൽ വന്നിങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ റൂമിലോട്ട് ചെന്നു. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് അവിടെ അന്ന് ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി ഓടി വന്നിട്ട് പറഞ്ഞ്, ബിനു നമുക്ക് ഈ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിയാൽ ഓടിയാലോ. ഞാൻ പറഞ്ഞു ഇത്രയും കുട്ടികളും തിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ അവരെ അടി കൊണ്ട് ഞാൻ പറഞ്ഞു ഓടിയാൽ ജീവിതാവസാനം വരെ നമ്മൾ ഓടും. നമ്മൾ ഏത് വിഷയത്തെയും തരണം ചെയ്യുക. അവരെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു നോക്കാം, മനുഷ്യനല്ലേ, മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ ആ റൂമിൽ കയറി അന്ന് അത്രയും പേരൻസ് എനിക്ക് ഒന്നാമത് 10 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. കാരണം അന്നേരം തന്നെ എൻ്റെ കോൺഫിഡൻസ് പോകും. ഞാൻ ജീവിതത്തിൽ കോളേജിലാണെങ്കിലോ സ്കൂളിലാണെങ്കിലോ ഒരു സ്പീച്ചിനോ ഒരു കൂട്ടത്തിലുള്ള ഒരു നാടകമോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 10 പേര് നമ്മുടെ കൂടെ നിൽക്കുന്ന പറഞ്ഞാൽ നമ്മളതിൽ കയറി ആക്ട് ചെയ്യാന്നല്ലാതെ ഞാൻ സിംഗിളായിട്ട് പോയിട്ട് ഒരു സ്പീച്ചിനോ കാര്യത്തിനോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കയറിയിട്ടില്ല. പക്ഷേ അവിടുന്ന് നമുക്ക് കിട്ടിയ അത്രയും വലിയൊരു തീക്ഷ്ണമായിട്ടുള്ള ഒരു പവർ, ഞാൻ ആ ഒരു പവർ കൊണ്ട് ആ റൂമിനകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലൈഫ് പോലാണ് എനിക്ക് എൻ്റെ ഈ കോളേജ്. എന്നെ വിശ്വസിക്കുന്നവർക്ക് 100% നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രത്തോളം നിങ്ങൾ ഇന്നിവിടെ വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നിങ്ങളുടെ കുട്ടികളെ അതേപോലെ നിങ്ങളുടെ കുട്ടികളെ കാണുന്നതിനേക്കാളും രീതിയിലാണ് ഞാൻ എൻ്റെ കോളേജിനെ കാണുന്നത്. ഞാൻ ഇതിനെ എങ്ങനെയും അഫിലിയേഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുക. എന്നെ വിശ്വാസമുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ആ 80 പേരും എന്നെ വിശ്വസിച്ചു. ഒരാൾ പോലും നമ്മുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു ഒന്നുമില്ല. എന്നിട്ട് ശരി ഞങ്ങൾ ഇത്രയായി, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ ആയി. ഇനി അവർക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കും ഭയമുണ്ട്. കാരണം ഓരോ ദിവസം കഴിയുന്നിടത്തോളം ഇതിനകത്ത് അഫിലിയേഷൻ അവരെങ്ങനെ ഇത് തരാതിരിക്കാന്ന് മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ കുട്ടികളുടെ ലൈഫ് ഞാനപ്പോൾ എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള കുറച്ച് കോളേജുകളിലെല്ലാം പോയി ഈ ഡിസംബർ ജനുവരി വരെ ഇതിൻ്റെ പേപ്പർ വർക്കിന് വേണ്ടിയിട്ടുള്ള ടൈമുണ്ട്. അപ്പം പറഞ്ഞ് നിങ്ങൾ ഈ സീറ്റ് ഞാൻ കുറച്ച് പേയ്മെൻറ്റ് തന്ന് ഞാൻ ബുക്ക് ചെയ്യാം, മേ ബി കിട്ടിയില്ലെങ്കിൽ ഈ കുട്ടികളെ അങ്ങോട്ട് അവരുടെ ലൈഫ് ഒരിക്കലും ഇതാക്കരുത്. അപ്പോൾ എനിക്കത് പറയാനും പറ്റത്തില്ല അന്നേരം. പക്ഷേ ഈ കുട്ടികളുടെ ലൈഫ് ഒരു വർഷം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതെല്ലാം, പ്രത്യേകിച്ച് നമുക്ക് ഈ കോളേജുകളുമായിട്ട് ബന്ധം ഉണ്ടായതുകൊണ്ട് പല കോളേജുകളിൽ ഞാൻ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അവിടെ സീറ്റ് വന്നിട്ടില്ല, ലാബ്സ് ആയിട്ടുള്ള സീറ്റുകൾ ഞാൻ പേയ്മെൻറ്റ് കൊടുത്തു, ചെറിയ പേയ്മെൻറ്റുകൾ കൊടുത്ത് ഞാനത് ബുക്ക് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ പുറകിലല്ലേ. അതെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബാക്കി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഒടുക്കം യൂണിവേഴ്സിറ്റിയിൽ ഈ നമ്മുടെ ശത്രുക്കളായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ, ഈ ചില ശത്രുക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില വിഷയങ്ങൾ നമുക്ക് ഗുണകരമാകുന്നെന്ന് പറയുന്നത് പോലെ ഇതിലേതോ ഒരാൾ യൂണിവേഴ്സിറ്റിക്ക് ഞാൻ കേരളത്തിലിട്ട അഡ്വർടൈസ്മെൻറ്റിൻ്റെ കോപ്പിയും അതേപോലെ ഞാൻ ഈ കുട്ടികളെ ഇവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവരത്രയും പേരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് VSCക്ക് ഒരു ഭയങ്കര സ്ട്രൈറ്റ് ഒരു ലെറ്റർ ആയിരുന്നു. ഇതാരെ ഇതൊക്കെ ചെയ്യുന്നേ? നമ്മൾ ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും നമ്മൾ ജീവിതത്തിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ ആൾക്കാരുണ്ട്. മനസ്സിലായി?
സഹായിക്കാൻ ഇത്രയും പേരില്ല. നമ്മുടെ ഞാൻ ഓരോ കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോഴും ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ഞാൻ ഈ ശത്രുക്കൾ എന്നറിയുന്ന കോളേജുകാരെ വിളിച്ചു ചോദിക്കും, ഈ ശത്രുക്കൾ പറയുന്ന ആ 3 കാര്യങ്ങൾ ഞാൻ ചെയ്യത്തില്ല. കാരണം അവർ നമ്മളൊരിക്കലും കുഴിയിൽ ചാടാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിരുന്നത്. ഒരു 10 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവരോട് സാറേ അവർ വിചാരിക്കും നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് അവരോട് ചോദ്യം ചോദിക്കുകയാണ്. ശത്രുക്കളോടും ചോദിക്കും, സാർ ഇതിങ്ങനെ ചെയ്യട്ടെ, അതങ്ങനെ ചെയ്യും, ചിലപ്പോൾ അതങ്ങനെ ചെയ്യരുത്, ആ ഒരു ഓപ്ഷൻ വെട്ടി നമുക്ക് ഇനി ബാക്കിയുള്ള 7 ഓപ്ഷൻ നോക്കിയാൽ മതി. ഇതൊരു നല്ല പോയിന്റ് ആട്ടോ. നമ്മുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മുടെ ആരാണോ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അവരെ വിളിച്ച് അഭിപ്രായം ചോദിക്കാൻ അത് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ശത്രുക്കളുണ്ടെങ്കിലേ നമുക്ക് വളരാൻ പറ്റും. അത് ഞാൻ മനസ്സിലാക്കിയത്. ഈ ശത്രുക്കളായിട്ടുള്ള നമ്മൾ നശിക്കാൻ വേണ്ടിയിട്ട് അയച്ച ലെറ്റർ ഈ VCക്ക് അവർ ഒരു എത്തിക്സ് ഉള്ള സ്ത്രീ ആയതുകൊണ്ട് അത്രയും കുട്ടികളുടെ ലൈഫ് അവരെന്നെ വിളിപ്പിച്ചു. അത് ഒരിക്കലും എനിക്കറിയില്ല. തൊട്ടടുത്ത ദിവസം വിളിക്കുക. അപ്പം ഞാൻ എന്താ വിചാരിച്ചിരിക്കുന്നത്, നമ്മൾ നേരെ പോകുന്നത് ജയിലിലേക്കായിരിക്കും. ഞാൻ അന്നേരം ഈ കുട്ടികളെ എല്ലാവരെയും വിളിച്ചു. അപ്പോൾ ഡിസംബറായി, യൂണിവേഴ്സിറ്റിയുടെ ഒരു ബന്ധമില്ലാതെ ഞാൻ ക്ലാസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡിസംബർ ആയപ്പം കുറച്ച് കുട്ടികൾ വന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും സാമ്പത്തികമായിട്ടും പൈസയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, പിന്നെ സാറേ നമുക്ക് ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ നടത്തണ്ടേ? ഞാൻ പറഞ്ഞ് നടത്താം. അന്ന് എനിക്ക് ഈ ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ഈ കോളേജ് ഉണ്ടെന്നോ ഒരിക്കലും അറിയത്തില്ല. കാരണം അതോടുകൂടി നമ്മൾ തീരുവാണ്. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലൊന്നൊരു 5000 രൂപ തീരുവാണ്. ഞാൻ ഒരു 5000 രൂപയുടെ കടം വാങ്ങിച്ചിട്ട് അന്ന് കുറച്ച് മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കുട്ടികളുടെ ക്രിസ്മസ് പ്രോഗ്രാമും കാര്യങ്ങളും വളരെ സന്തോഷമായിട്ട് വരിക. അപ്പം പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഇനി 10 ദിവസം ലീവാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും പോയിട്ട് തിരിച്ച്. അപ്പം എനിക്ക് ഒരിക്കലും ഇവരിത് തരാനുള്ളൊരു ഐഡിയ ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയായി. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ അവരുടെ കൂട്ടിൽ നിന്ന് മനസ്സിലിങ്ങനെ നമുക്ക് അറിയാം, നമ്മൾ ജീവിതത്തിൽ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചുകൊണ്ട് നമുക്കുള്ള ദൈവങ്ങളെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ഡിസംബർ കഴിഞ്ഞ് വരുമ്പോൾ പല കോളേജുകളായിരിക്കും. അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സങ്കടം പിടിച്ചൊരവസ്ഥയായി. അപ്പം നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ആ ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ അവർ വളരെ സന്തോഷത്തോടെ നടത്തുന്ന ഒരു ചെറിയ സ്റ്റേജ് പോലൊക്കെ അതിൻ്റെ മുമ്പിൽ കെട്ടിയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് കുട്ടികൾ കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ വന്ന് ചെയ്ത് കൊടുത്തു. അപ്പം പിന്നെ നമ്മൾ ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് ഇവരുടെ പേരിൽ കേസ് കൊടുക്കും ഉറപ്പായിട്ട്. ഒന്ന് ഈ പൈസ അവർക്ക് 1,00,000 രൂപ നഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ ഇവരുടെ സർട്ടിഫിക്കറ്റ് ചീറ്റ് ചെയ്തു, തടഞ്ഞു വെച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് വരണം എല്ലാവരും. തിരിച്ചു കൊടുത്തു. കാരണം എന്തായാലും ഞാൻ യൂണിവേഴ്സിറ്റി വിളിച്ചേക്കുകയാണ്, അതെൻ്റെ ചങ്കിടിക്കുക. യൂണിവേഴ്സിറ്റി വിളിച്ചേക്കുന്നത് എന്നെ അകത്തിടാൻ വേണ്ടിയാണ്. ഞാൻ ചെന്നൈയിൽ യൂണിവേഴ്സിറ്റി ചെന്നാൽ അവിടുത്തെ ഒന്നുകിൽ പിന്നെ അവിടുത്തെ ജയിലിലോട്ടായിരിക്കും, സബ് ജയിലിലോട്ടായിരിക്കും പോകുന്നത്. ഞാൻ വീട്ടിൽ നമ്മൾ ഇതറിഞ്ഞ് ഈ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ വന്നതിന് അടുത്ത ദിവസം തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ വീട് പുനലൂരാണ്. ഞാൻ അവിടെ വന്നൊരു വാടക വീടെടുത്ത് താമസിക്കുക. പിന്നെ ഞാൻ ഒന്ന് കട്ടിലേക്ക് കിടക്കാൻ പറ്റത്തില്ല, തറയിലല്ല. നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ തറയിൽ തന്നെ കിടക്കണം. പ്രാക്ടീസ് ചെയ്തോ നേരത്തെ തന്നെ? ജയിലിൽ ഞാൻ സ്വപ്നം കണ്ടു, ജയിലിൽ കയറാതെ ജയിലിൽ പോയ ഒരാളാണ് ഞാൻ. ഇതൊരു വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാട്ടോ ഇരിക്കുന്നത്. ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെയായിരിക്കും പ്രാക്ടീസ് ചെയ്യാൻ? സ്വന്തം റൂമിൽ തറയിൽ കിടന്ന് പ്രാക്ടീസ് ചെയ്തു. നമ്മൾ തറയിൽ കിടന്നിട്ട് നമുക്ക് ആ വെള്ളം എടുത്ത് നമുക്ക് കുടിക്കുമ്പം നമുക്കറിയാം നാളെയും ഞാൻ ഇതാണ് ചെയ്യേണ്ടത്. ഇന്ന് ഈ മെത്ത അല്ലെങ്കിൽ ഈ മെത്തക്കെട്ടിൽ നാളെ എനിക്കില്ല. എല്ലാവരും വിഷമിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനു ചെയ്തു എന്നുള്ളൊരു ചിന്ത എനിക്ക് തന്നെ എന്നോട് തന്നെ ഇതുണ്ട്. ഞാൻ ആദ്യം പലപ്പോഴും ചോദിച്ചു, ഇനി ആത്മഹത്യ വല്ലതും ചെയ്താൽ പിന്നെ തീർന്നു. ഞാൻ പറഞ്ഞു, അത് ചെയ്തിട്ട് എന്ത് കാര്യം? ലൈഫിൽ പിന്നെ നമ്മൾ നമ്മൾ കുഴിയിലേക്ക് പോകുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഒരു പിന്നെ ഡ്രൈവറായിട്ടുള്ള തമിഴ്നാട്ടിലെ ഒരു പയ്യനുണ്ടായിരുന്നു. പറഞ്ഞു, ഇവിടെ അടുത്തൊരു തന്നൂത്തെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മിന്നൽ മാതാ ചർച്ച് എന്ന് പറഞ്ഞ് ഈ സെൻറ്റ് മേരീസിൻ്റെ ഒരു ചർച്ചുണ്ട്. എന്തായാലും നമ്മൾ അകത്ത് പോകാൻ പോവാം, നമുക്ക് അവിടെ ഇങ്ങോട്ട് ഒന്ന് പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു പ്രോസ്പെക്ടസ് അന്ന് നമ്മൾ ചെയർമാനൊക്കെ അടിച്ച് എൻ്റെ ആദ്യത്തെ പ്രോസ്പെക്ടസ് ഒക്കെ എടുത്ത്, കാരണം അതോടുകൂടി അത് നമ്മൾ തീരുവാണല്ലോ. കാരണം ചില ആദ്യത്തെ തുടക്കത്തിൽ തന്നെ നമ്മൾ തീരുന്ന ചില ബിസിനസ്സുകളെന്ന് പറഞ്ഞ പോലെ ഞാനങ്ങനെ പോയപ്പോൾ ഒരു പ്രോസ്പെക്ടസ് ഒക്കെ എടുത്ത് അവിടെ പോയി. എന്നുവെച്ചാൽ അതൊരു വലിയ മണിയുടെ മുകളിൽ ഒരു മാതാവിൻ്റെ പ്രതിമ വെച്ചിരുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു മിന്നലാഞ്ഞപ്പം ഈ പ്രതിമ നേരെ താഴെ വന്നു. ഒരു മൺപ്രതിമയാണ്, പക്ഷെ അതൊന്നും പൊട്ടിയിട്ടോ ഒന്ന് ചെറിയ ഇതുപോലുമില്ല. അങ്ങനെ ഒരു വലിയ അത്ഭുതമുള്ളതാണ് തെങ്കാശിക്കടുത്ത് തന്നൂത്ത് എന്ന് പറഞ്ഞൊരു മിന്നൽമാത ചർച്ച്. ഞാൻ അവിടെ ഒരുപാട് പേര് ഇങ്ങനെ എഴുതി വിത്തിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവരവരുടെ അനുഭവങ്ങൾ. നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അവർ ചോദിച്ചാൽ. അപ്പം ഞാൻ അവിടെ പോയിരുന്ന് എൻ്റെ കയ്യിലൊരു എപ്പോഴും ഒരു ജപമാല മോതിരം കാണും. ഞാൻ ഇങ്ങനെ ഒരു ജപമാല കൊന്ത ഇങ്ങനെ
പ്രാർത്ഥിച്ചിട്ട് എല്ലാ രീതിയിലും നമ്മളെ സംബന്ധിച്ചില്ല എവിടെയും ഇനി ദൈവമാണോ നമ്മളെ ചെയ്യാനില്ല, ഇല്ല. കാരണം വേറെ ഒരു കാരണം നമ്മൾ അങ്ങനെയാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. നാളെ യൂണിവേഴ്സിറ്റി ചെല്ലുന്നു, നാളെ അവിടുന്ന് അവർ ചിലപ്പോൾ അവിടുന്ന് തന്നെ ഗവൺമെൻറ് അല്ലേ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ്റിനായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഈ MGR യൂണിവേഴ്സിറ്റിയുടെ വ്യാജേന ഞാൻ കുട്ടികളെ പറ്റിച്ചു എന്നാണ് അവിടെ കംപ്ലയിൻറ്റ് കിട്ടിയത്. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഈ ഒരു പ്രോസ്പെക്ടസ് അവിടെ ഇങ്ങനെ മാതാവിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ചെയർമാൻ സ്വപ്നം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ചെന്ന് വണ്ടിക്കകത്തിരുന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ വണ്ടി എടുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞാൻ നോക്കിയപ്പം അവിടെ വെച്ചിരുന്ന ആ ഒരു പ്രോസ്പെക്ടസ് വണ്ടിയുടെ തൊട്ട് ഞാൻ കൈ വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ കൊണ്ടുവച്ചേക്കുന്നു. ഞാൻ പറഞ്ഞു ഞാനിത് മാതാവിൻ്റെ മുമ്പിൽ വെച്ച പ്രോസ്പെക്ടസ് ഇതെങ്ങനെ ഇവിടെ വന്നു? അപ്പം ഓടിച്ചോട്ടേക്കെന്ന് പറഞ്ഞ് അത് ചേട്ടൻ മറന്നു വെച്ചാന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കപ്പിയാൽ അതെടുത്തുകൊണ്ടൊന്ന് എൻ്റെ തന്നെ ഞാൻ പറഞ്ഞു അതും പോയി. ഞാൻ അത്ഭുതമല്ല, പക്ഷേ അതൊരു അത്ഭുതമായിരുന്നു. എനിക്ക് പിന്നാണ് ജീവിതത്തിൽ മനസ്സിലായത്. ഞാൻ അങ്ങനെ നേരെ MGR യൂണിവേഴ്സിറ്റി ചെന്നപ്പം അന്ന് നമ്മുടെ തൊട്ടടുത്ത കോളേജിലെ ഒരു അനൂപ് എന്ന് പറഞ്ഞൊരു സാറും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ കൂടെ അവിടെ വന്ന് അകത്ത് കയറി സംസാരിച്ചപ്പം ആദ്യം വന്നപ്പോൾ എന്നും കിട്ടുന്ന പോലെ ഒരു 10 മിനിറ്റ് എന്നെ ഫുള്ള് തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ ഭയങ്കര വഴക്ക്. എന്നുവെച്ചാൽ നമ്മളെ മാക്സിമം എന്താ നീ എന്തിനധികം തുടങ്ങിയത്, നിനക്ക് എത്ര ഇതും നീ അതുകൊണ്ട് ഇതുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് കാണാപ്പാടമാണ്. ഓക്കെ ആയിക്കോട്ടെ, ഇതിലും വലുതെന്താണ് വരാനിരിക്കുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുക. നെക്സ്റ്റ് അപ്പോൾ പറഞ്ഞ് ഒരു മലയാളി ഒരു മേഡം മലയാളത്തിലാണ് എന്നോട് വന്നത്. നിങ്ങൾ പേരെന്ത്? ബിനു എന്നാണ്. ഞാൻ പറഞ്ഞത് അതെ. വരാൻ പറഞ്ഞു. 3 പേപ്പർ കൊണ്ടുവന്നിട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര കുട്ടികളെന്ന് എഴുതി തരാൻ പറ്റും. അപ്പോൾ ഞാൻ BSc കാർഡിയാക്ക് ഇത്ര കുട്ടികൾ, ഡയാലിസിസ് ഇത്ര കുട്ടികൾ, ഇങ്ങനെ ഇത്രയും പേരെ എഴുതി. ഇതുവരെ ഇത്രയും പേരെ എഴുതി വെച്ചിട്ട് ഇനി ഇവരുടെ പേര് കേസെടുക്കാനാണോ നമ്മളങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം അതിലെന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിപ്പിച്ചകത്തോട്ട് ചോദിച്ചു മേഡം പറയുന്നത് നിന്നെ കണ്ടിട്ടല്ല, ഈ കുട്ടികളുടെ ലൈഫ് ഈ ഒരു ഇത് വെച്ചിട്ട് 1 ടൈം മെഷർ വിത്തിൻ 3 months അതായത് ഒരു വട്ടത്തേക്ക് മാത്രം സ്റ്റുഡൻസിൻ്റെ വെൽഫെയറിന് വേണ്ടി ഞാൻ അഫിലിയേഷൻ തരും. എന്നെ സംബന്ധിച്ച് 3 മാസം കൊണ്ട് ഞാൻ എന്തായാലും സ്വന്തമായിട്ട് കെട്ടിടമോ ബിൽഡിങ്ങോ ഒന്നും എന്നെ കൊണ്ട് പണിയാൻ സാധിക്കത്തില്ല. അപ്പം പോട്ടെ, അത് വിഷയമില്ല. ഒരു ബാച്ചെങ്കിൽ ഒരു ബാച്ച് ഒന്നിച്ച് പഠിച്ച് അവരവിടെ നിന്ന് പോകും. എനിക്ക് 2ാമത്തെ ബാച്ച് എടുക്കാൻ പറ്റത്തില്ല. കാരണം 1 ടൈം മെഷറായിട്ടാണ് എനിക്ക് തരുന്നത്. അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് കെട്ടിടം പണിഞ്ഞ് അവിടെ കാണിക്കണം. ഞാൻ 5 അപ്പം കൊണ്ട് 5000 പേര് യേശുക്രിസ്തു ഒന്നുമല്ലല്ലോ. നമ്മൾ 3 ബൈബിൾ പറഞ്ഞിരിക്കുന്ന 3 മാസം കൊണ്ട് നമ്മൾ ഈ ഒരു ദേവാലയം പുതുക്കി പണിയെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളത് ഓക്കെ വേണ്ട, അത്രയെങ്കിലും വേണ്ട, അകത്ത് പോയില്ലല്ലോ. ആ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ നമുക്ക് പറ്റി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ മതി, എന്തെങ്കിലും മതി തന്നാൽ. അങ്ങനെ അന്ന് ആദ്യമായിട്ട് MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 ടൈം മെഷർ സ്റ്റുഡൻസ് വെൽഫെയറിന് വേണ്ടി ഒരു അഫിലിയേഷൻ ലെറ്റർ തയ്യാറാക്കി. ലൈഫിൽ സെന്റ് മേരീസ് കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ് അങ്ങനെ ഉണ്ടാവുക. നമ്മൾ ബിഗ് സീറോയിൽ നിന്നൊരു കോളേജ് ഉണ്ടാക്കാം എന്ന് നമ്മൾ ജീവിതത്തിൽ നമുക്ക് പഠിച്ചു. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കും ഒരു കോടിക്കണക്കിന് രൂപ അല്ലാതെ ഒരു കോളേജോ ഹോസ്പിറ്റലോ ഒക്കെ തുടങ്ങാൻ സാധിക്കുകയും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയും നടക്കും. നമ്മുടെ മനസ്സിലെ ആഗ്രഹമാണ് അതവിടെ നടത്തിച്ചത്. ഈ പോയ പിള്ളേർ ഇനി എന്തായിരിക്കും അടുത്തത്, ഇനി കേസുമായിട്ട് വരും എന്നൊരു ഞാൻ എല്ലാവരും പിള്ളേർ നിങ്ങളെന്താ പെട്ടെന്ന് വരാത്ത ക്ലാസ്സിൽ ഒത്ത് കയറി എല്ലാവർക്കും അഫിലിയേഷൻ ലെറ്ററൊക്കെ ഉണ്ട്, ലോൺ എടുക്കേണ്ടവരൊക്കെ വന്നോളൂ. എഡ്യൂക്കേഷൻ ലോൺ ഈ പേപ്പറോട് വെക്കണമല്ലോ കുട്ടികൾ. നിങ്ങളെല്ലാവരും അന്നേരം ഞാൻ പേരൻസിനെ ഉൾപ്പെടെ വിളിച്ചിട്ട് ഒരു പ്രൊജക്ടറിനകത്ത് അന്നേരം MGR യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഓപ്പൺ ആക്കി. ഇതാണ് നമ്മുടെ കോളേജ് 837 നമ്മുടെ കോളേജിൻ്റെ കോഡ് നമ്പറാണ്. അപ്പം പേരൻസിനൊക്കെ ഭയങ്കര സന്തോഷമായി. പറഞ്ഞ വാക്ക് പുള്ളിക്കാരൻ പാലിച്ചു. അപ്പം ചില കാര്യങ്ങൾ എന്താ പറയുന്നത്, നമ്മളെ ഇനി 3 മാസം കഴിഞ്ഞ് അടുത്തൊരു ബാച്ച് ഇല്ലെങ്കിൽ പോലും ഈ ഒരു ബാച്ച് അവിടെ പഠിച്ചിറങ്ങും. അല്ല 80 കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം ഈ 3 മാസം എന്ന് പറയുന്നത് ഫസ്റ്റ് അത് കഴിഞ്ഞു, എൻ്റെ വലിയൊരു ടാസ്ക് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇനി 3 മാസം കൊണ്ട് കോളേജ് പണിയാൻ അന്ന് ഈ 40 ലക്ഷം രൂപ അവിടെ അടച്ചതിൻ്റെ ബാക്കി 40 ലക്ഷം രൂപ എൻ്റെ പേയ്മെൻറ്റ് ഇരിപ്പുണ്ട്. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന. അന്നേരം ഈ മഠത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു 1.5 ഏക്കർ സ്ഥലം ഇപ്പോൾ കൊടുക്കാൻ ഒരു 1 കോടി രൂപ അടുപ്പിച്ചൊരു എമൗണ്ട് ചോദിച്ചു. ഞാൻ അന്നേരം കൊടുത്തത് ഈ 40 ലക്ഷം രൂപ അതിന് അഡ്വാൻസാണ് കൊടുത്തു. അപ്പം എന്തായാലും 3 മാസം കൊണ്ട് ഇത് എഴുതാനും പറ്റത്തില്ല. തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മൾ ഇറങ്ങി
അല്ല നനഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കുളിച്ച് കയറാന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബാലൻസ് എന്തായാലും ഈ പൈസ തിരിച്ചു കൊടുക്കണ്ട. ഈ ബാച്ചിനെ ഞാൻ പഠിപ്പിച്ചിറക്കി പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും ഒരു സ്ഥലം വാങ്ങിച്ചിടാം എന്ന് വെച്ചിട്ട് ഞാൻ ഈ 40 ലക്ഷം കൊണ്ടുവന്ന് അതുപോലെ കൊണ്ടു ചെന്ന് ഈ സ്ഥലത്തിന് കൊടുത്തു. 3 മാസം കൊണ്ട് ഈ സ്ഥലം എഴുതാൻ എനിക്ക് പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എന്തായാലും അവിടെ ബിൽഡിംഗ് മേടിക്കണം. അപ്പം ഈ അച്ഛന്മാരുടെ ഒരു CBSE ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അപ്രൂവൽ കിട്ടാതെ കിടക്കുക. അപ്പോൾ അവിടുത്തെ അച്ഛനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇതെന്താ ഇത് പറഞ്ഞു, ബിനു വേണമെങ്കിൽ നീ അതെടുത്ത് നടത്തി ആ ബിൽഡിങ്ങിൽ വേണമെങ്കിൽ നിൻ്റെ ക്ലാസ് നടത്തിക്കോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി അത് നമുക്കൊരു നല്ലൊരു ഇതാണല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്തിനാ ഈ ബിൽഡിംഗ് ഇത്രയും, അതായത് 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിഞ്ഞിട്ട് അത് കാത്തലിക് MCBC ഫാദേഴ്സിൻ്റെ തന്നെ നമ്മുടെ മറ്റേ ആ അച്ഛൻ്റെ തന്നെ സഭയുടെ ഒരു സെൻറ്റ് ജോസഫ് സ്കൂളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ബിൽഡിങ് ഞാൻ പോയി എല്ലാം പെയിൻ്റൊക്കെ അടിച്ചിട്ട് ക്ലാസ് അവിടെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ട് അപ്പം ഞാൻ എന്നിട്ട് ഒരു ദിവസം അച്ഛനോട് അച്ഛൻ ഈ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ നശിപ്പിക്കാതെ അഫിലിയേഷന് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് ഇതിൻ്റെ അപ്രൂവലം എടുക്കാം. ഇത് നമ്മൾ ലീഗലായിട്ടൊന്നും നടക്കത്തൊന്നുമില്ല, ശരി എന്തെങ്കിലുമൊക്കെ പൈസ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. അച്ഛൻ കളിച്ചില്ല. അച്ഛൻ 3-ന്റെ അന്ന് പോയി അപ്രൂവൽ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, ബിനു ഇവിടുന്ന് ഇറങ്ങിക്കോളാം. അച്ഛനെ ഒന്ന് നല്ല രീതിയിലൊന്ന് പറഞ്ഞു, അതുപോലെ ചെയ്തു. അച്ഛൻ ആ ഒരു അഫിലിയേഷൻ പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചു. അതോടുകൂടി എനിക്ക് ആ സ്കൂളും ഞാനായിട്ട് പോയിട്ട് ഞാനൊരു ചെയ്തതാണ്. കാരണം അച്ഛനെന്തായാലും എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തായ അല്ലെങ്കിൽ അച്ഛൻ നമ്മളോട് ഒരു അഡ്വൈസ് ചോദിച്ചു, അല്ലെങ്കിൽ ഞാനും പറഞ്ഞു ഇതുപോലെ. അപ്പോൾ ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒന്നും ഒരിക്കലും ഒരു പേയ്മെൻറ്റ് ക്യാഷായിട്ടൊന്നും വേറെ കൊടുക്കാനുള്ളൊരു ഇതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലാതെ ചില സ്ഥലങ്ങളിൽ നടക്കത്തില്ല. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസ് ബേസ് ചെയ്ത് അച്ഛൻ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത് കാണും. 100% അതിന് അപ്രൂവൽ കിട്ടി. CBSE സ്കൂൾ സ്റ്റാർട്ടായി. ബിനു പതുക്കെ നമ്മളെ അടുത്ത വർഷം പിള്ളേരൊക്കെ വരും, അപ്പം നീ കോളേജ് പതുക്കെ വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ആ ഹോസ്റ്റല് 80 കുട്ടികളിനകത്ത് ഏകദേശം ഒരു 67 പേര് ഗേൾസാണ്. ഞാൻ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തത്തിൽ ഹോസ്റ്റലാക്കി. ഇനി ഈ ലേഡീസ് ഹോസ്റ്റലിൻ്റെ അടിയിൽ മേളിൽ വേണം ഇനി ഞാൻ കോളേജ് നടത്താൻ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം നമ്മൾ പിന്നെ 2019 ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് 2020 ഏകദേശം ആയല്ലോ. ഡിസംബറൊക്കെ കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഞാനിങ്ങനെ അപ്പം അവർ 3 മാസം കഴിയുമ്പോൾ ഇൻസ്പെക്ഷൻ നടത്തും. ആ ഇൻസ്പെക്ഷനകത്ത് എനിക്ക് ഓൺ കോളേജും ഓൺ ബിൽഡിങ്ങും ഇല്ലെങ്കിൽ എൻ്റെ അഫിലിയേഷൻ ക്യാൻസൽ അതുവരെ ഉള്ളൂ. പക്ഷേ ഈ കുട്ടികളെ പഠിപ്പിക്കാം. അപ്പോൾ ഈ കുട്ടികൾ ചിലപ്പോൾ അവർ നമുക്ക് ഫെസിലിറ്റി ഇല്ലെങ്കിൽ അവർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. എങ്കിലും കുഴപ്പമില്ല, നമ്മളതിനകത്ത് നമുക്ക് ഈ ഒരു ഇതിലിങ്ങനെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. പലയിടത്തും പോയി പൈസ കടം ചോദിച്ചു. ഒരു ലോൺ എടുക്കാൻ പോയിട്ട് ഇതങ്ങ് എഴുതാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ തുടങ്ങിയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് കണ്ടിട്ട് തരാൻ വേണ്ടിയിട്ട് പോയിട്ട് 1-2 ബാങ്കിലൊക്കെ പോയി ഈ മാനേജർമാരുടെ അടുത്ത് പുറകെ നടന്ന് ഒരു ലോൺ തരാൻ പറയും. അപ്പം നമുക്കൊരു ട്രാക്കില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ കോളേജ് തുടങ്ങിയ ഒരു ടൈമിൽ നമുക്ക് മാനേജർമാരെ നമുക്ക് അപ്പോയിൻമെൻറ്റ് പോലും തരത്തില്ല. ആ ബാങ്കിൻ്റെയൊക്കെ സീനിയർ മാനേജർ ഇന്ന് എൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ എൻ്റെ കോളേജ് വന്നിരിക്കും ലൈഫിൽ. ഞാൻ അന്ന് അതുപോലെ പല ബാങ്കിൻ്റെയും മാനേജർമാരെ പറയും, ഇന്ന് എനിക്ക് വിസിറ്റ് ഉണ്ട്, പിന്നെ പോയിട്ട് നാളെ രാവിലെ വന്നോളൂ. ഞാൻ എന്നിട്ട് നേരെ ഉമ്മൻചാണ്ടി സാറിനെ വരെയൊക്കെ ഞാൻ പോയി കണ്ടു. ഒരു ലോണ് എങ്ങനെയും കിട്ടുമോ. ഉമ്മൻചാണ്ടി സാർ അന്നേരം ഫോൺ എടുത്ത് വിളിച്ചു കേട്ടോ. അത് നമ്മൾ അന്നേരം എന്നെ ആരാന്നറിയത്തില്ല, ഞാൻ എവിടെയും പോകുന്നത് ആര് അവിടെ പോയി പുള്ളിക്കാരൻ പറഞ്ഞാൽ ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി പുള്ളിക്കാരനെ കൊണ്ട് പറയിപ്പിക്കാൻ തോന്നും. അന്നേരം പിന്നെ നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് നേരെ സാറിനെ പോയി കണ്ടു. സാറ് ആരെ എന്തോന്ന് പോലും അറിയുമ്പോൾ എന്താ പറഞ്ഞൊരു ഇതുപോലെ നേഴ്സിംഗ് കോളേജ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ് ഏത് ബാങ്കിലാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇന്ന ബാങ്കിലാണ്. അന്നേരം ആ ബാങ്കിൻ്റെ MD വിളിക്കും. അത് ഞാൻ ഉമ്മൻചാണ്ടി ഇത് ബിനുവിന് ഒരു കോളേജ് തുടങ്ങാൻ വേണ്ടി അപ്പോൾ എന്നോട് ചെന്ന് കേരളത്തിൽ തുടങ്ങി. ഞാൻ പറഞ്ഞു കേരളത്തിൽ നമുക്ക് തുടങ്ങാം, ആദ്യം ഇത് തുടങ്ങി. ഇവിടെ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. പിന്നെ ഇതൊന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരുപാട് കുട്ടികളെയൊക്കെ നന്നായിട്ട് പിന്നെ ഇത് പഠിപ്പിക്കണം, നല്ല രീതിയിലൊക്കെ നല്ല അഡ്വൈസും കാര്യങ്ങളും എല്ലാം പുള്ളി തന്നിട്ടാണ് വിളിക്കുന്നത്. അന്ന് എവിടെയും ഞാൻ ഏത് കച്ചിത്തുരുമ്പം പിടിക്കുമെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ലോൺ കിട്ടിയാൽ ഞാൻ പെട്ടെന്ന് ബിൽഡിംഗ് അടിച്ച് കൂട്ടാമെന്നൊരു ചിന്താതിൽ നിൽക്കുക. അങ്ങനെ ഇൻസ്പെക്ഷന് അടുത്തു. അതോടെ എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും ഇനി പോയല്ലോ. ഇനി എങ്കിലും ഒരു വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കടന്നു. ഈ 80 കുട്ടികളുടെ കാര്യത്തിലൊരു തീരുമാനമായി. ഇൻസ്പെക്ഷൻ അടുത്തു. ഇനി 3 ദിവസം, ഇനി 4 ദിവസം. ഏകദേശം ഒരു 3 ദിവസത്തിന് മുമ്പ് നമ്മുടെ നരേന്ദ്രമോദി വന്ന് നമ്മൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ്.
കോവിഡ് വന്നു എന്ന് പറഞ്ഞതിന് ശേഷം സന്തോഷിച്ച് ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ വല്ല കോവിഡാണ്, ലോക്ക്ഡൗൺ. അല്ല അതെ, ഞാനിത് എത്രത്തോളം ഒരു 2 ദിവസത്തോടെ നീട്ടിക്കിട്ടും. കാരണം എങ്ങനെയും നമുക്ക് ഇതൊന്ന് തുടങ്ങി ഇതൊന്ന് എഗ്രിമെന്റ് എഴുതാൻ പറ്റിയാൽ, കാരണം ഈ 40 ലക്ഷം പോകും എൻ്റെ ഇന്ന്, അതിന്റെ കൂട്ടത്തിൽ ബാക്കി ഇനി 60 ലക്ഷം രൂപ ഉണ്ടാക്കണം. ഒരു ലോൺ കിട്ടാതെ എനിക്കിത് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ അല്ലെങ്കിൽ ഈ കുട്ടികൾ അടുത്ത വർഷമായി ഫീസ് അടയ്ക്കണം. അപ്പം ഇവർ സെക്കൻഡ് ഇയർ ആവണമെങ്കിൽ ഇനിയും എക്സാം നടന്നിട്ടില്ല, കോവിഡ് സമയമല്ലേ. അപ്പം കോവിഡ് അങ്ങോട്ട്, കാരണം തുടങ്ങിയതേ ഉള്ളൂ, ജൂണിൽ തുടങ്ങി ജനുവരി ആയപ്പോഴത്തേക്കും ഈ കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓൺലൈൻ ക്ലാസ്സായി, ക്ലാസ് റൂം വേണ്ട. അങ്ങനെ ഒരു 2 വർഷം കിട്ടി. ഇത് 1 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഫീസ് അടച്ചു തുടങ്ങി. ഞാൻ അന്നേരം സ്ഥലം എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ ബിൽഡിങ്ങിന് ഞാൻ ഒരു ഇന്ത്യൻ ബാങ്കിലാണെന്ന് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ ബാങ്ക് ഒരു മലയാളി മാനേജറാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ലോൺ തരാം, സ്ഥലമുണ്ടല്ലോ, ലോൺ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ തരുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ബിൽഡിംഗ് അടിച്ച് സെറ്റ് ചെയ്യണം. അപ്പം കുട്ടികളെല്ലാം നാട്ടിലാണ്, അവരെല്ലാം ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ഈ പകുതി സാലറി വെച്ചിട്ട് കൊടുത്താൽ മതി ഈ സ്റ്റാഫുകൾക്കൊക്കെ, കാരണം ഇവർ വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ കോവിഡ് തീരല്ലേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണേ. അതെ അതെ. അപ്പം കോവിഡ് വന്നോ? എനിക്കൊരു 5-6 വട്ടം വന്ന് കാണും. അത് നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. കോവിഡിനെ തോപ്പിച്ച് നമ്മൾ ജീവിച്ചോണ്ടിരിക്കുക. കോവിഡ് നമുക്ക് കോവിഡ് നമ്മൾ ബ്ലഡ് 2 പിന്നെ ഇതെടുത്തു. ഞാൻ ഈ ഒരു ആംബുലൻസ് വാടക എടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അല്ലെങ്കിൽ അവിടെ നമ്മളെ കയറ്റി വിടത്തില്ല ബോർഡറിൽ, കാരണം ബോർഡറല്ലേ. അപ്പം ഞാൻ ഈ ആംബുലൻസ് നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലും. അപ്പോൾ അവർ ഈ ആംബുലൻസ് കാണുമ്പോഴും അന്നേരം പിന്നെ അവിടെ പാസും വേണ്ട ഒന്നും കാര്യങ്ങളൊക്കെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വീട്ടിൽ പോകുന്ന 1 മാസത്തിൽ ഒരിക്കലും ആയിരിക്കില്ല. അപ്പം നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അവിടെ, പുള്ളിക്കാരെ എന്നെ അപ്പുറത്ത് കൊണ്ടുവിടും. അല്ലെങ്കിൽ അവിടെ വെച്ച് എന്തെങ്കിലും ചെക്ക് ചെയ്ത് കോവിഡാണെങ്കിൽ ഞാൻ 20 ദിവസം ഞാൻ അകത്തിരിക്കണം. അതോടെ ഈ ബിൽഡിങ്ങിന് ലോണ് കാര്യങ്ങളൊക്കെ ഈ തരാമെന്ന് പറയുന്നതല്ലാതെ ഇവർ ഈ തരാമെന്ന് പറഞ്ഞ റെക്കോർഡിങ് എൻ്റെ കയ്യിലുണ്ട്. ഈ മാനേജർ ഞാൻ ഇത് കൊണ്ട് ചെന്ന് തൊട്ടടുത്തുള്ള കമ്പി വിൽക്കുന്ന കടകളിലും സിമെൻറ്റ് കടകളിലും കൊണ്ട് ചെന്ന് അതിൻ്റെ ഓണറെ കേൾപ്പിക്കും. കണ്ടോ, എനിക്ക് ലോൺ കിട്ടാം, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സിമെൻറ്റ് കമ്പിയൊക്കെ ഇരുന്ന് തുരുപ്പിച്ച് ഇത് പോവുക, കാരണം കോവിഡ് ആയതുകൊണ്ട് ഇവർക്ക് ഇത് വിൽക്കാനും പറ്റില്ല. അപ്പോൾ അവർ അന്നേരം പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് പോകും, ഇനി എന്തെങ്കിലും കിട്ടട്ടെ. അപ്പം ഞാനിതെടുത്ത് അതിനകത്ത് മൊത്തത്തിൽ ഫുള്ള് ഒരു പച്ച നെറ്റൊക്കെ അടിച്ചിട്ട് ഈ തൊട്ടടുത്ത് അഹരക്കെട്ടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലേക്ക് വന്ന് ഈ ബിൽഡിങ്ങൊക്കെ പണിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ തിരിച്ച് നാട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവരെ കുറേ പേരെ കൊണ്ട് ഞാൻ അകത്ത് വെച്ചിട്ട് ഒരു JCB ഒക്കെ വിളിച്ച് മൊത്തം കുഴി കിടന്ന് ഞാൻ പണി തുടങ്ങി. ഈ കോവിഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ബിൽഡിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ? അതായത് ഞാൻ ഫുള്ള് നെറ്റ് കെട്ടി മൊത്തം പുറത്തോട്ട് അകത്തോട്ട് ഒരാൾ വെളിയിലും പോകുന്നില്ല. ഈ ആൾക്കാർ അവിടെ താമസിക്കുകയാണ്. എൻ്റെ അമ്മയൊക്കെ നാളെ ഈ ലോകം ഉണ്ടോന്ന് അറിയത്തില്ല. കാരണം കോവിഡ് എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കഴിഞ്ഞ് നാളെ ഒരു രോഗം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇത് മാറുമോ, അല്ലെങ്കിൽ ഇത് ഇനി പുറത്തിറങ്ങിയ ആൾക്കാർ മരിച്ചു പോവോ പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ കോവിഡ് കഴിഞ്ഞൊരു ലോകം ഉണ്ടെങ്കിൽ ഞാനൊരു ചെയർമാൻ ആയിരിക്കും, ഒരു കോളേജ് ഉണ്ടാക്കിയിരിക്കും. അതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ആ കോവിഡ് സമയത്ത് മൊത്തവും ആ തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ ആ ബിൽഡിങ് ഫസ്റ്റ് ഫ്ലോർ അടിച്ചു തീർത്തു. ആ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒടുക്കം ലാസ്റ്റ് 3 പോർഷനായിട്ടാണ് വാർക്കുന്നത്. ഏകദേശം ഒരു 40,000 സ്ക്വയർ ഫീറ്റാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം വീട് പോലും നമ്മൾ വെച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് വെക്കുന്ന കോളേജാണ്. കോളേജ് വെച്ചതിന് ശേഷം ഞാൻ വീട് അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് സിവിൽ എഞ്ചിനീയർ അറിയത്തില്ല, അതിനിടയ്ക്ക് നമുക്ക് അറിവില്ലായ്മയെ പറ്റിക്കുന്ന ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ് അതിലും വലിയ രസം. ചതിക്കാനും ചീറ്റ് ചെയ്യാനും ഒരുപാട് പേരുണ്ട്. കൂടെ നിൽക്കുന്നവർ തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കുന്നതല്ലല്ലോ, നമ്മൾ ഈ പേപ്പർ വർക്കിൻ്റെ പുറകെ പോകും, നമ്മൾ ഇതിൻ്റെ അപ്രൂവൽ എടുക്കണം. ഈ DTCP അപ്രൂവൽ ഇല്ലാതെ തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ 3ാമത്തെ പോർഷൻ വാർക്കാൻ ഒരു 10 ലക്ഷം രൂപ വേണം. എല്ലായിടത്തും ഈ തരുന്നിടത്ത് ചോദിക്കുന്നിടത്തെല്ലാം. പിന്നെ എന്നെ കണ്ടിട്ട് ആൾക്കാർ തിരിഞ്ഞു നടന്നു തുടങ്ങി, കടം ചോദിക്കാൻ വരുമെന്ന് വിചാരിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും ഞാനങ്ങനെ നമ്മൾ വന്നിട്ട് ഇങ്ങനെ കൈകെട്ടി നമ്മുടെ ഈ ബിൽഡിങ്ങിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കും. ദൈവമേ, ഈ 3ാമത്തെ പോർഷൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച്. അപ്പോൾ പുറയിൽ തൊട്ട് ബാക്കിൽ കോഴിപ്പണി നടത്തുന്ന ഒരു കാലെന്ന് പറഞ്ഞൊരാൾ, ആ പുള്ളിക്കാരൻ ആ കോഴിപ്പണി വന്നിട്ട് ചോദിച്ചു, തമ്പി എന്നാ ചെയ്ത് 3ാമത്തെ പോർഷൻ എനിക്ക് ഇത് ഈ കമ്പിയെല്ലാം കെട്ടി അതെല്ലാം തുരുമ്പിക്കുക, മഴ വീഴുമ്പോഴത്തേക്ക് കോൺക്രീറ്റ് കെട്ടണം. ഞാൻ പറഞ്ഞു കൊഞ്ചം പേയ്മെൻറ്റ് കിടക്കേണ്ടിയിരിക്ക്, കൊഞ്ചം പിന്നെ കോൺക്രീറ്റ് ഇടണം, അത് എவ்வளோ വേണം? ഞാൻ പറഞ്ഞു ഇനി 10 ലക്ഷം രൂപ ഇല്ലാതെ പറ്റത്തില്ല, എനിക്ക് ഒരു പരിചയമില്ല, ഞാൻ ആദ്യമായിട്ട് കാണുമോ. അപ്പം പുള്ളി അപ്പടിയാ ശരി എങ്കിൽ തങ്ങിയിട്ടിരിക്കും. ഞാൻ പറഞ്ഞു അവിടെ ആ ആലിൻ്റെ മുട്ടിലുള്ള വട വീട്ടിലാണ് താമസിക്കുന്നത്. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ഒരു 10 ലക്ഷം രൂപ ഒരു മഞ്ഞക്കവറി കൊണ്ടുവന്ന് എൻ്റെ തരുക, നീ ഒരു 3 മാസം കഴിഞ്ഞ് തന്നാൽ മതി. ലൈഫിൽ ഇങ്ങനെ അനുഭവങ്ങൾ ജീവിതത്തിൽ. ആ
തൊട്ടടുത്ത് 10 രൂപയൊന്നുമല്ല കേട്ടോ, 10 ലക്ഷം രൂപ. ഞാൻ ചോദിച്ചത് ഇനി സ്വപ്നം വല്ലതും ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇപ്പം എനിക്ക് ആവശ്യമില്ല, ഈ പൈസ വെച്ച് നീ ആ മൂന്നാമത്തെ പോർഷൻ വാർക്കാൻ പറഞ്ഞു. അപ്പം ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ എല്ലാ ഇതും പോക്കി സുഹൃത്തുക്കളുടെ അടുത്തെല്ലാം ചോദിച്ചു. ആ ഒരു ഈ കമ്പി നശിച്ചു പോയി, കമ്പി തുരുമ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അതാണ്. പിന്നെ അത് മാത്രമല്ല ബിൽഡിങ്ങിന്റെ ബലക്ഷയമല്ലേ. അപ്പം ആ ആൾക്ക് പോലും ചേട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയത്തില്ല. ഞാനൊരു കേരളക്കാരൻ, അത് തമിഴ്നാട്ടിൽ. നാളെ ഞാൻ നാട്ടിൽ പോയാൽ തിരിച്ച് ഇയാളെ എവിടെ പിടിക്കാം? ആലോചിച്ച് നോക്കുക, 10 ലക്ഷം രൂപയാണ് പോകുന്നത്, റിസ്ക് എടുക്കുക. അതും ആ കോവിഡ് സമയത്ത് ആരെങ്കിലും കാശ് പറഞ്ഞു. നമുക്കൊരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹം അത് എങ്ങനെ സൗകര്യമായിരിക്കും എന്നുള്ളതിന് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ പഠിച്ചു. അത്രയും കഷ്ടപ്പെട്ടതിന് ഇപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ വന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ഇന്നും പുള്ളിക്കാരനെ ഞാൻ കാണും. ഇടയ്ക്ക് പുള്ളി കോളേജിൽ വരും, പുള്ളി ഓരോ കാര്യങ്ങളും ഇപ്പം ഈ ഹോസ്റ്റലിൽ എനിക്ക് സഹായിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഇപ്പോഴും എന്നെ സഹായിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പുള്ളി കാണുമ്പോഴും പുള്ളിയുടെ ഫാമിലിയിൽ ആൾക്കാർ വരുമ്പോഴും ഞാൻ പറയും, കാരണം പുള്ളി ഒരു ദൈവത്തെ പോലെ എനിക്ക് വന്നതാണ്. നമ്മൾ ഈ ദൈവത്തെ കാണുന്നതൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അവരാണ് നമ്മൾ ദൈവം. അല്ലാതെ നമ്മളൊരു ഇന്ന അമ്പലത്തിൽ പോയിരിക്കണോ, ഇന്ന പള്ളിയിൽ പോയിരിക്കണോ, അല്ലെങ്കിൽ ഇന്ന എടുത്തു പോയി പൈസ ഇടണമെന്നൊന്നുമല്ല. നമുക്കൊരു ഇപ്പം വിശന്നിരിക്കുമ്പോൾ നമ്മൾ ദൈവമേ എനിക്ക് ആഹാരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അന്നേരം ആഹാരം തരുന്ന ആൾ ദൈവമാണ് നമ്മളെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ആ സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതെന്തായി തീരുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. കാരണം ആ ഒരു ബിൽഡിംഗ് ഫ്ലോർ കംപ്ലീറ്റ് ആയതോടുകൂടി എനിക്ക് ലോൺ സാങ്ഷനായി 2 കോടി രൂപ. കാരണം ആ ഒരു ബിൽഡിങ്ങിൻ്റെ വാല്യുവേഷൻ എടുത്തിട്ടാണ് എനിക്ക് വേറൊരു ബാങ്ക് എനിക്ക് ലോൺ തന്നത്. അപ്പം എനിക്ക് ആ പൈസ തൊട്ട് എനിക്ക് 2ാമത്തെ ഫ്ലോർ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അന്നാണ് ആദ്യമായി എനിക്ക് ട്രാക്ക് കിട്ടുന്നത്. ഒരു ബാങ്ക് തന്നാൽ മതി, പിന്നെ നമുക്ക് വിഷയമുള്ള കേസ് ഒരു ലോൺ കിട്ടാനാ പാട്. ഈ ഒരു ലോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേയ്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. പല 25 രാജ്യങ്ങൾ ഉൾപ്പെടെ ഞാൻ ചുമ്മാതെ ഇതിനു മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. 25 രാജ്യങ്ങളോ? ഈ കോളേജ് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന സാമ്പത്തികമായിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ട്രാവൽ ചെയ്യും. പോയിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും നമുക്ക് ഇവിടെ നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പല രാജ്യങ്ങൾ അല്ലെങ്കിൽ പല ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികൾ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ ആ അത്രയും വലിയൊരു ബിൽഡിംഗ് നമ്മുടെ മനസ്സിൽ കാണണമെങ്കിൽ, അല്ല അങ്ങനെ കാണാത്ത ഒരാൾക്ക് ഒരിക്കലും അത് പണിയാൻ പറ്റത്തില്ല. അവരൊരു ഇടുങ്ങിയ ചിന്താഗതി ആയിപ്പോവും. അപ്പം നമുക്ക് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കും. നമ്മളൊരിക്കലും ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ നമ്മളൊരു സിവിൽ എഞ്ചിനീയറോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹം നമ്മുടെ സ്ഥാപനങ്ങളിൽ എങ്ങനെ വരണമെന്ന് നമ്മൾ തീർച്ചയായിട്ടും. അങ്ങനെയാണ് ഈ പറഞ്ഞ സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഹോസ്പിറ്റൽ, അതായത് ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു പാരൻ്റ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഓൺ ഹോസ്പിറ്റൽ ചെയ്യണമെന്ന് ചിന്തിച്ച് ഞാൻ നമ്മുടെ തെങ്കാശിയിൽ NH നാഷണൽ ഹൈവേയിൽ തന്നെ ഏകദേശം ഒരു 3.5 ഏക്കറോളം സ്ഥലം വാങ്ങി ഞാനിപ്പം ഒരു 200 ബെഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിഞ്ഞു കഴിഞ്ഞു. ഏകദേശം ഒരു 90% എല്ലാം കഴിഞ്ഞു. അടുത്ത ജൂലൈയിലേക്ക് ഇനാഗുറേഷൻ ചെയ്യണം എന്നൊരു പ്രതീക്ഷയാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ നമുക്ക് ഡയറക്ടറായിട്ട് ഇരുത്തി കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ടെടുത്തുനിന്ന് ഇപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമ്മൾ സ്വന്തമായിട്ട്, അത് നമ്മൾ അപ്പോളോ ഹോസ്പിറ്റലുമായിട്ട്, കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാനൊരു ഹോസ്പിറ്റൽ പിന്നെ ഇതിൽ അതുകൊണ്ട് ഒരു വലിയ ശൃംഖല ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെ കുറച്ച് കൂടുതൽ പഠിക്കാനും അവർ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോളോയുടെ ഫ്രാഞ്ചൈസിയും കൂടെ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 16 ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് ചെയ്തിപ്പം തുടങ്ങി. ഫ്യൂച്ചറിൽ നമുക്ക് ഈ പറഞ്ഞാലും മെഡിക്കൽ കോളേജോ യൂണിവേഴ്സിറ്റിയോ ഉറപ്പായിട്ട് സാധിക്കട്ടെ. അല്ല, അതിനുള്ള എക്സ്പീരിയൻസും അതിനുള്ള ഒരു കേപ്പബിലിറ്റിയും ചേട്ടനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തളർന്നു പോകുമ്പോൾ പിന്നെയും മുന്നോട്ട് പോകുമ്പോഴാണല്ലോ. ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴും കോളേജിനെ പറ്റി കൂടുതലൊക്കെ അറിയാൻ ശ്രമിച്ചപ്പോഴും കണ്ടായിരുന്നു ചില പർട്ടിക്കുലർ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ മാത്രമല്ല ഫ്രീ അക്കോമഡേഷനും സ്റ്റേയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് ശരിക്കും എങ്ങനെയായിരുന്നു? അങ്ങനെ നമ്മൾ ഈ കുട്ടികൾ അടയ്ക്കുന്ന ഫീസുകളിൽ നിന്ന് തന്നെ നമ്മളൊരു എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ഒരു 10 കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ അത് നമ്മൾ സൗജന്യമായിട്ട്, അതായത് നമ്മളിപ്പം നമ്മൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മുടെ കോളേജിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം AI ക്ലാസ് റൂമാണ്, നമുക്ക് എല്ലാ ക്ലാസ് റൂമും AC ക്ലാസ് എന്ന് വെച്ചാൽ വളരെ നല്ല ഫെസിലിറ്റിയോട് തന്നെ അതിന് ആ ഒരു രീതിയിൽ തന്നെ ഫീസ് അവർ അടച്ചവർ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഒരു 10 കുട്ടികൾക്ക് നമ്മൾ സൗജന്യമായിട്ട്, അതായത് 100% ഫീ, അവർക്ക് ട്യൂഷൻ ഫീസ് ഇല്ല, ഹോസ്റ്റലില്ല, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ.
അവർ ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും, അവർക്ക് ചിലപ്പോൾ അവർ അച്ഛനും അമ്മയും ഇല്ലാത്തവരായിരിക്കും, ചിലപ്പോൾ അവർ ഓർഫനേജിൽ നിൽക്കുന്ന കുട്ടികളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ 1.5 ലക്ഷം, എനിക്ക് കൂടുതൽ ചെയ്യണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് ഒരു വർഷം കേരളത്തിൽ നിന്ന് 10 കുട്ടികൾ, തമിഴ്നാട്ടിൽ നിന്ന് മൊത്തം 20 കുട്ടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലി ഇന്നൊരു കോഴ്സ് പഠിക്കാൻ ഒരു 10 ലക്ഷം രൂപ സംതിങ് 10-12 ലക്ഷം രൂപ ആവുന്ന കോഴ്സാണ്. നമ്മൾ ഈ കുട്ടികൾക്ക് സൗജന്യമായിട്ട് 10 സീറ്റ് കൊടുക്കുമ്പോൾ തന്നെ 1 കോടി സംതിങ് രൂപ നമുക്ക് അവിടെ മാറുകയാണ്. അപ്പം ഇത്രയും തമിഴ്നാട്ടിൽ നിന്നും നമ്മളൊരു ഇപ്പം ഞാനൊരു മലയാളിയായതിൻ്റെ പേരിൽ ഞാൻ അവിടെ വന്നിട്ട് മലയാളി സ്റ്റുഡൻസിന് മാത്രമാണെന്ന് ചിന്തിക്കരുത്. തമിഴ്നാട്ടിലെ സ്റ്റുഡൻസിനും അത് പ്രയോജനപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടിടത്തുനിന്ന് ഞാൻ കുട്ടികളെ എടുത്ത് നമ്മൾ 20 കുട്ടികളെ വെച്ചിട്ട് ഒരു വർഷം നമ്മൾ ഇത് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് നമുക്കതിന് വേണ്ടിയിട്ടുള്ള ദൈവം തരുന്നുണ്ട്, നന്നായിട്ട് പോകുന്നു. അതിനുള്ളതും ദൈവം തരും. പിന്നെ ചേട്ടൻ ഇത്രയും ഇട്ട എഫേർട്ടിന് ഞാൻ ശരിക്കും ഇത്രയും സ്റ്റോറി കേട്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയ ഒരു കാര്യം, ഈ 80 കുട്ടികൾക്ക് നാളെ പഠിക്കാൻ ലൈക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി വേറൊരു 80 സീറ്റ് എടുത്ത് അതിന് കുറച്ച് പൈസ കൊടുത്ത് വെക്കുന്നത് ശരിക്കും ചേട്ടൻ എന്തായാലും ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചേട്ടൻ അതെ ഉറപ്പായിട്ടും ഇപ്പൊ ചേട്ടനെതിരെ ചിലപ്പോൾ കേസ് വന്നേക്കാം, ഇല്ലെങ്കിൽ ചേട്ടന് വേറെ രീതിയിൽ പോകും. ഇത് ഫേസ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ വന്നെന്ന് പറയാനും കേസായി വേറെ വഴിക്ക് ചിലപ്പോൾ ജയിലിലൊക്കെ ആയേക്കാം. പക്ഷെ അവരുടെ ഭാവി സുരക്ഷിതമാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ എത്തിക്സ് ബേസ് ചെയ്താണ് ഞാൻ എന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫ്യൂച്ചറിലാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഒരു പേഷ്യൻറ്റ് കാഷ്വാലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അവരെ ക്യാഷ് നോക്കാതെ ട്രീറ്റ് ചെയ്യുക, അവന് ജീവൻ കൊടുക്കുക, ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അവനോട് സംസാരിക്കുക, അവൻ വേണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ പോയിക്കോട്ടെ. പക്ഷേ അത് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇതൊന്നും കൊണ്ടുപോകുന്നൊന്നുമില്ല. ഇത്രയും തന്നെ വരുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. ഇവിടെ എത്തിയത് തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ഒരു വലിയ കഴിവുള്ള വ്യക്തിയൊന്നുമല്ല. നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രമിച്ചു, നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തപ്പം അത് നമുക്ക് നടന്നു. വീട് വെച്ചോ? അത് കഴിഞ്ഞിട്ട് വീടൊക്കെ വെച്ചു. ആദ്യം നമ്മൾ കോളേജ് വെച്ചു, പിന്നെ നമ്മൾ വീട് വെച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ എക്സാക്ട്ലി ആപ്റ്റാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇതുവരെ എടുത്ത ബിസിനസ് ഇന്റർവ്യൂവിൽ ഇത്രയും അടിപൊളി ഒരു കഥ, അതൊരു ജീവിതമാണല്ലോ. അത് ഞാൻ അതെ ജീവിച്ച് ഇത്രയും വലിയൊരു സ്ട്രഗിളിൽ നിന്ന് കയറി വന്നൊരു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. ഒരുപാട് സന്തോഷം. മീറ്റ് ചെയ്യാൻ പറ്റിയതിലും അറിയാൻ പറ്റിയതിലും ഉറപ്പായിട്ടും ഞാൻ കോളേജിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. ഇനി നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടും അതുപോലെ തന്നെ വലിയൊരു ഹോസ്പിറ്റലും ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ് സർ. താങ്ക് യു സോ മച്ച്.